ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും റബ്ബിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിക്കുന്ന മുത്തഖീങ്ങളായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി എൻ്റെയും ശേഷം നിങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇന്ന് ശഅബാൻ 28, നാളെ ശഅബാൻ 29, മറ്റന്നാൾ 30. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച മഗ്രിബോട് കൂടി നമുക്ക് റമദാനിലേക്ക് കടക്കാൻ കഴിയും. അറബി മാസങ്ങൾ 29 30 ആണ് ഉണ്ടാവുക. നബി തങ്ങൾ പറഞ്ഞു, അശ്ശഹ്റു ഹാക്കദ വഹാക്കദ, മാസം ഇങ്ങനെയും ഇങ്ങനെയുമാകുന്നു, അഥവാ 29 30 ആകുന്നു. 29 സൂര്യാസ്തമയ ശേഷം ചന്ദ്രപ്രഭ ദൃശ്യമായാൽ അടുത്ത മാസത്തേക്ക് കടന്നു എന്ന് കണക്കാക്കും. അഥവാ അന്ന് ചന്ദ്രപ്രഭ കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് ഈ മാസം 30 കണക്കാക്കും. അതിനടുത്ത ദിവസം 1 കണക്കാക്കും. അതാണ് അറബി മാസങ്ങളുടെ രീതി. നബി തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത 30, നിങ്ങൾക്ക് മേഘം മൂടിക്കഴിഞ്ഞാൽ അഥവാ മാസം കാണാൻ പറ്റാതായി പോയാൽ നിങ്ങൾ എണ്ണം 30 പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ ഹദീസാണ് ഇതിൻ്റെ അടിസ്ഥാനം. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബു വലാ നഹ്സിബ്, നമ്മൾ ഉമ്മിയത്തായ ഒരു ഉമ്മത്താണ്, നിരക്ഷരരായ സമുദായമാകുന്നു നമ്മൾ. ലാ നക്തുബു, നാം എഴുതുകയില്ല, വലാ നഹ്സിബു, നാം കണക്ക് കൂട്ടുകയും ഇല്ല. അശ്ശഹ്റു ഹാക്കദ വഹാക്കദ, മാസം 29 30 ആകുന്നു. അഥവാ ഈ ഉമ്മത്തിൻ്റെ നിലനിൽപ്പ് എഴുത്തിനെയോ കണക്കിനെയോ അവലംബിച്ചുകൊണ്ടല്ല എന്നർത്ഥം. നമുക്ക് എഴുത്തറിയില്ല എന്നല്ല. ചില ആളുകൾ ഈ ഹദീസ് പറഞ്ഞിട്ട് അർത്ഥം വെക്കും, നമ്മൾ എഴുത്തും കണക്കൊന്നും അറിയാത്ത ആൾക്കാരാണ്. അങ്ങനെയല്ല. നബി ഇത് പറയുന്ന കാലത്ത് നബിക്ക് എഴുത്തറിയാന്നേ ഉള്ളൂ. സ്വഹാബിമാർക്ക് പലർക്കും എഴുത്തറിയാം, അവർക്ക് പലർക്കും കണക്കുകളറിയാം. നബിക്കത് അറിയില്ല എന്ന് മാത്രം. എന്നാൽ ഈ ഉമ്മത്ത് ഉമ്മിയത്താണ് പറഞ്ഞത്. നബി ഉമ്മിയാണ് നമുക്കറിയാം, പക്ഷെ ഉമ്മത്ത് തന്നെ ഉമ്മിയത്താണ് എന്ന് പറഞ്ഞാൽ എഴുത്തിനെയോ കണക്കിനെയോ ആശ്രയിച്ചുകൊണ്ടല്ല
വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക സുന്നത്തിൻ്റെയും ഈ ശരീഅത്തിൻ്റെയും ഒന്നും നിലനിൽപ്പ്. തൗറാത്ത് നിലനിന്നത് എഴുത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇഞ്ചീൽ നിലനിന്നത് എഴുത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. സബൂർ നിലനിന്നത് എഴുത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. കാരണം അതൊക്കെ ഒറ്റ കോപ്പിയായി അല്ലാഹു തആല അവർക്ക് ഇറക്കി കൊടുത്തതാണ്. ആ രേഖയിൽ മാറ്റിയാൽ അത് മാറി. തൗറാത്ത് അല്ലാഹു തആല ആകാശലോകത്ത് നിന്ന് പലകളിലായിട്ട് ഇറക്കി കൊടുക്കുക മൂസാ നബിയുടെ കയ്യിലേക്ക്. മൂസാ നബി ഇസ്ലാം തുരിശീലയിൽ വെച്ച് അത് ഏറ്റുവാങ്ങുകയാണ്. ആ പലകയാണ് അവർക്കുള്ള ആശ്രയം. അതുകൊണ്ട് അതിൽ ചില പണ്ഡിതന്മാർ പിൽക്കാലത്ത് മാറ്റി അല്ലെങ്കിൽ മായിച്ചു, ചിലത് കൂട്ടിച്ചേർത്തു. അപ്പം അത് നോക്കുന്ന എന്താ കാണുന്നത് അതുണ്ടാവുക. അതിന് മാറ്റിയാൽ മാറും, അതിന് മായിച്ചാൽ അത് മാഞ്ഞു പോകും. അവർ നിലനിന്നത് എഴുത്തിൻ്റെ മേലായിരുന്നു. അതുകൊണ്ട് ആ എഴുത്തിൽ മാറ്റം വന്നപ്പോൾ ഓരോ ദീനും മാറ്റം വന്നു. എന്നാൽ നമ്മളെ ഉമ്മത്ത് അങ്ങനെയല്ല. നാം എഴുതുകയില്ല, കണക്ക് കൂട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എഴുത്തും കണക്കും ഉണ്ടായിട്ട് വേണ്ട നമ്മൾ ഈ ഉമ്മത്തിന് നിലനിൽക്കാൻ. ഒരാൾക്കും ഒരു എഴുത്തും അറിയില്ലെങ്കിൽ പോലും ഖുർആനിൽ അക്ഷരം പോലും മാറ്റം വരികയില്ല. തൗറാത്ത് ഇറങ്ങിയത് കയ്യിലേക്കാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് കൽബിലേക്കാണ്, കയ്യിലേക്കല്ല. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതിക്കൊടുക്കുന്നു, നബിതങ്ങൾ അത് കാണാപ്പാഠം പഠിക്കുന്നു. നബി തിരിച്ചു ഓതിക്കൊടുക്കുന്നു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാഠം കേൾക്കുന്നു. എന്നിട്ട് ശരിയാണോ അല്ലെന്ന് ഉറപ്പ് വരുത്തുന്നു. എല്ലാ റമദാനിലും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ മുഴുവൻ നബിതങ്ങൾ ഓതിക്കൊടുക്കുന്നു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുന്നു, അംഗീകരിക്കുന്നു. അവസാനത്തെ റമദാനിൽ 2 പ്രാവശ്യം ഖുർആൻ കംപ്ലീറ്റ് നബിതങ്ങൾ ഓതുന്നു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുന്നു, ഉറപ്പ് വരുത്തുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നു, സ്വഹാബിമാർ കേൾക്കുന്നു, അവരത് കാണാപ്പാഠം പഠിക്കുന്നു. സ്വഹാബത്ത് ഓതുന്നു, താബിഈകൾ അത് കേട്ട് ഇഫ്ലാക്കുന്നു. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. ഒരു എഴുത്തും വേണ്ട, ഒരു കണക്കും വേണ്ട. ഒരാൾക്കും എഴുതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ പൊളിഞ്ഞു പോകില്ല. ഒരാളും മാറ്റിമറിച്ചാൽ ഖുർആൻ മാറ്റിമറിക്കാൻ കഴിയുകയില്ല. ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫും കത്തിച്ചു കളഞ്ഞാലും ഒരു അക്ഷരം പോലും മാറാതെ, ഒരു ഫത്ഹും കസ്റും പോലും മാറാതെ ഖുർആൻ അങ്ങനെ തന്നെ ഇവിടെ സംരക്ഷിക്കപ്പെടും. കാരണം ഖുർആൻ ഇറങ്ങിയത് നബിതങ്ങളുടെ കൽബിലേക്കാണ്. കൽബിൽ നിന്ന് ചുണ്ടുകൾ വഴി അടുത്ത കൽബിലേക്ക് കാതുകൾ വഴി അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഉസ്താദ് ഓതുന്നു, ശിഷ്യന്മാർ കേൾക്കുന്നു. ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ശിഷ്യന്മാർ പഠിക്കുന്നു. അയാൾ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അയാളുടെ ശിഷ്യന്മാർ അത് കേട്ട് പഠിക്കുന്നു. ഇതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. ഖുർആൻ്റെ ഒരു കോപ്പിയാണ് കിട്ടിയാൽ ഒരാൾക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഖുർആൻ ഓതാൻ പഠിക്കാത്ത ഒരാൾ, തജ്വീദ് പഠിക്കാത്ത ഒരാൾ, അയാൾ അറബി ഭാഷയൊക്കെ അറിയാം, പക്ഷെ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാൾക്ക് ഒരു മുസ്ഹഫ് കൊടുത്താൽ ഓതാൻ കഴിയോ? ഓതാൻ കഴിയില്ല. അപ്പം കേവലം എഴുത്തിലല്ല ഇത് നിലനിൽക്കുന്നത്. എഴുത്തതിൻ്റെ ഒരു മാർഗം മാത്രമാണ്. ആ മാർഗമില്ലെങ്കിലും ഇതിനൊരു കോട്ടവും വരാനില്ല. അപ്പം ഈ ഹദീസുകളിൽ നബിതങ്ങൾ പഠിപ്പിച്ചത് മാസം 29, 30 ആകുന്നു. അപ്പം 29 സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയമുണ്ടാവുകയും ആ ചന്ദ്രനെ കാണുകയും ചെയ്താൽ, അതാണ് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് നബിതങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. സൂമു ലിറുയതിഹി. റഅ, റഅ എന്ന വാക്കിന് കണ്ടു എന്ന അർത്ഥം. റഅ എന്ന് നിരുപാധികം പറഞ്ഞാൽ കണ്ടു എന്നാണ് നേരർത്ഥം. കണ്ണുകൊണ്ട് കാണുന്നതിനാണ് റഅ എന്ന വാക്ക് അടിസ്ഥാനമായി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സൂമു ലിറുയതിഹി, അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുവീൻ. അപ്പോൾ എപ്പോഴാണ് കാണുക? എന്നാ കാണുക? 29 സൂര്യാസ്തമയ ശേഷം ആകാശത്തേക്ക് നോക്കുകയും ചന്ദ്രനെ ദൃശ്യമാവുകയും ചെയ്താൽ മാസം മാറി എന്നർത്ഥം. ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുവീൻ. മേഘം മൂടിയാലും ചന്ദ്രൻ ഉണ്ടാകാമല്ലോ. മേഘം മൂടിയോളം ചന്ദ്രൻ ഇല്ലാതാവില്ല. ചന്ദ്രൻ ഉണ്ട്, പക്ഷെ നമ്മളെ കാഴ്ചയിൽ മറയും മേഘം മൂടിയാൽ, അത്രയേ ഉള്ളൂ. അപ്പം നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുക. അപ്പം ചന്ദ്രൻ ഉണ്ടോ ഇല്ലേ എന്നതല്ല അടിസ്ഥാനം, ഉള്ള ചന്ദ്രനെ കണ്ടോ കണ്ടില്ലേ എന്നാണ് അടിസ്ഥാനം. അത് പ്രകാരം നാളെ ശഅബാൻ 29, പക്ഷെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു. ഇത് ലോകം മൊത്തം അംഗീകരിച്ച കണക്കാണ്. നമ്മൾ 4 ആൾ മാത്രം കൂട്ടിയിട്ടുണ്ടാക്കിയ കണക്കല്ല. ഇതിൽ സുന്നി മുജാഹിദും അല്ലാത്തവനും മുസ്ലിമും അല്ലാത്തവനും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല. ഇത് ഗോളശാസ്ത്രം മുഴുവൻ അംഗീകരിച്ച കണക്കാണ്, ലോകം മൊത്തം സ്വീകരിച്ച കണക്കാണ്.
അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ നാളെ സൂര്യാസ്തമയത്തിൻ്റെ മിനിറ്റ് 1, 2, 3 മിനിറ്റുകൾക്ക് മുമ്പായി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ചന്ദ്രൻ അസ്തമിച്ചു പോകുന്നു. അപ്പോൾ നാളെ ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് 6:35 അപ്പോൾ ചില സ്ഥലത്ത് 6:34 ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് 6:33 അസ്തമിക്കുന്നുമുണ്ട് കേരളത്തിൽ. ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഏതായാലും 6:35 മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും. ഇനി 35 സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ ചന്ദ്രനെ കാണണം. അതേതായാലും ഉണ്ടാവുമല്ലോ, അതേതായാലും സാധ്യമല്ല. 35 സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ 37, 38, 40, 45 ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അന്നത്തെ അത്ഭുതമുള്ള വാർത്ത അതായിരിക്കും. കാരണം എല്ലാ കാൽക്കുലേഷനും തെറ്റി. 33 അസ്തമിച്ച് ചന്ദ്രനെ 40 കണ്ടുകൊണ്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നോമ്പിന് മാത്രമല്ല ബാധിക്കുക, അത് ലോകക്രമം തന്നെ അതോടുകൂടി മാറ്റം വരും, ചർച്ചകൾ വരും. പിറ്റേന്നത്തെ എല്ലാ പേപ്പറിൻ്റെയും ഒന്നാമത്തെ തലവാചകം അതായിരിക്കും, അന്നത്തെ സ്പെഷ്യൽ ഫ്ലാഷ് ന്യൂസ് അതായിരിക്കും. കാരണം അത് ലോകം മുഴുവൻ വലിയ ചർച്ചയാക്കി എടുക്കുന്നത്. അപ്പോൾ നാളെ ചന്ദ്രോദയമില്ല എന്നർത്ഥം. സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ കാണൂല, അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റന്നാൾ പിന്നെ 30 തന്നെയാണ്. നാളെ 29, മറ്റന്നാൾ 30. അപ്പം ഇല്ല എന്ന് പറയാൻ കണക്കുകൾ സ്വീകരിക്കാം, ഉണ്ട് എന്ന് പറയാനും കണക്ക് സ്വീകരിക്കാം. പക്ഷെ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് മാസം മാറുന്നില്ല. ഉള്ളതിനെ കാണുമ്പോഴാണ് മാസം മാറുക. കാണാൻ കണക്ക് പോരാ, ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ കണക്ക് പറ്റും. ഇല്ലയെന്ന് കണക്കോട് ഉറപ്പായി പിന്നെ ഇനി പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇല്ലയെന്ന് ഉറപ്പായ സംഗതി ഇനി കാണാൻ പോയി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് ഉറപ്പായ സംഗതിയോ ഉണ്ടായാൽ പോരാ. സൂമൂലി റുയത്തിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുവീൻ. അപ്പം കണ്ടാലാണ് നോമ്പ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദയമുണ്ടെങ്കിലും നമ്മൾ മാസപ്പിറവി കാണാൻ വേണ്ടി പോകും. വിശ്വാസയോഗ്യരായ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മാസം 1 പ്രഖ്യാപിക്കും. ഉദയമുണ്ട് കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് 30 കണക്കാക്കും. ഇപ്രാവശ്യം ഉദയമില്ല, അവിടെ നോക്കാൻ പോകേണ്ട കാര്യമില്ല, കാണില്ല എന്ന് ഉറപ്പാണ്. അവിടെ അതിലൊരു അഭിപ്രായ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ സാധ്യതയുമില്ല. കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നാളെ സംഭവിക്കുന്നത് എന്താണ്? ഇതൊന്നും സ്വീകരിക്കാത്ത ആളുകൾ നോക്കാൻ പോകും. ആയിക്കോട്ടെ, നോക്കാൻ പോയാലും ഏതായിരുന്നാലും ചന്ദ്രനെ കാണൂല. നമുക്ക് കണക്ക് പോരാ, 29 നോക്കണം. ആയിക്കോട്ടെ, ശരി, 29 നോക്കൽ ഇവിടെ സുന്നത്താണ്. അത് പ്രകാരം ഒരാൾ നോക്കാൻ പോയി, ആയിക്കോട്ടെ, നമ്മൾ ആക്ഷേപിക്കണ്ട. പക്ഷേ ഒരാൾ 10 നിന്നിട്ട് തിരിച്ചിട്ട് പോലും കണ്ടില്ല എന്ന് പറയും, പിറ്റേന്ന് 30 ആകും. നമ്മളതിനെ നോക്കാൻ പോകണില്ല. കാരണം ഇത് സൂര്യാസ്തമയത്തിന് മുമ്പേ അസ്തമിച്ച് പോയി എന്ന് ഉറപ്പായ സംഗതിയെ ഇനിയിപ്പോൾ നോക്കാൻ പോകേണ്ട കാര്യമില്ല. ഏതെന്നാലും മറ്റന്നാൾ 30 ആകും. അപ്പോൾ ബുധനാഴ്ച മഗ്‌രിബോട് കൂടി ശഅബാൻ മാസം അവസാനിക്കും. അതോടെ റമദാനിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയും ചെയ്യും. കണ്ടു എന്ന് ആരെയും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോമ്പിനെ മാത്രമല്ല ബാധിക്കുക, നാളെ പെടുത്ത കണ്ടു എന്ന് വിചാരിക്കുക. അത് നമ്മൾ മുസ്ലിമികളെ നോമ്പിന് മാത്രമുള്ള മസലയല്ലല്ലോ. സ്വാഭാവികമായും അത് മൊത്തത്തിൽ ഇവിടെ ചർച്ചയായി പോകുന്നു. അല്ലാതെ നമ്മൾ മാത്രം അതിൽ ഇനി അവനെ വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ വിചാരം ചെയ്യേണ്ട ഒരു കാര്യവും അതിലില്ല. സത്യപ്രകാരം ഇതൊക്കെ പറയാൻ കഴിയില്ല, പിന്നെ എടുത്ത് നുണ പറയണം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ന്യായപ്രകാരം ഒരാളങ്ങനെ കണ്ടു എന്ന് പിന്നെ കണക്ക് തെറ്റൂല. കണക്ക് തെറ്റൂല, കണക്ക് കൂട്ടൽ തെറ്റിയേക്കാം. അതാകുമ്പോൾ നമ്മൾ 4 ആൾ മാത്രം കൂട്ടിയ കണക്കല്ല. അപ്പോൾ ഇതിവിടെ മൊത്തം എല്ലാ സർക്കാരുകളുടെയും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് മൊത്തം കണക്കൂട്ടുന്ന കണക്കാണ്. ഓരോ പോയിന്റിലും എവിടെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, എപ്പോൾ എവിടെ എത്തുന്നു, എവിടെ അസ്തമിക്കുന്നു, എവിടെ ഉദിക്കുന്നു ഒക്കെ മൊത്തത്തിലുള്ള കണക്കാണ്. അത് മൊത്തം തെറ്റണം, അല്ലാതെ നമ്മുടെ കാലണ്ടർ മാത്രമല്ല തെറ്റുക. പിന്നെ ആകെ തെറ്റാൻ സാധിക്കും കാലണ്ടറിൽ അച്ചടിച്ചപ്പോൾ അല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നെങ്കിലേ ഉള്ളൂ. 2 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നുള്ളത് പേജ് 2 മിനിറ്റ് ശേഷമാണെങ്കിൽ അത് നമ്മൾ അച്ചടിയിൽ പിഴവ് വന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു കാലണ്ടറിൽ വരുള്ളൂ, എല്ലാത്തിനും വരുന്നല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ശഅബാൻ 30 പൂർത്തിയാക്കിയിട്ടായിരിക്കും നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുക. ഏതാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ വന്നു പോയവരാണ് നമ്മളെല്ലാവരും. 25, 30, 40, 50, 60 ഒക്കെ റമദാൻ കഴിഞ്ഞു പോയവർ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ട്. ഓരോ റമദാന് വരും, അത് കഴിഞ്ഞു പോകും. ചിലപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കും. പ്രാവശ്യം എന്തായാലും ഒന്നും കൂടെയൊക്കെ ശ്രദ്ധിക്കണം, ഉത്സാഹമാകണം, കുറച്ചുകൂടെയൊക്കെ പള്ളിയിൽ പോയിരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ അപ്പോൾ അതുണ്ടാവും. അതാണ് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ്ട് പോയി. പിന്നെ കാണാം നോമ്പ് 20, 25, 30 അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ വിചാരിച്ചത്, പക്ഷേ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ അതിൽ അടുത്തത് നോക്കാം.
എന്ന് പറഞ്ഞ് പോകലാണ് പലപ്പോഴും ഞാനടക്കമുള്ള ആളുകളുടെ പതിവ്. അപ്പം അങ്ങനെ പോകേണ്ട ഒന്നല്ല റമദാൻ എന്നത്. ശഅബാനിലെ ഒരു ദിവസവും റമദാനിലെ ഒരു ദിവസവും ഒരുപോലെയല്ല. ശഅബാനിലെ ഒരു മണിക്കൂറും റമദാനിലെ മണിക്കൂറും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ബോധപൂർവം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്ലാൻ എങ്ങനെ നടപ്പാക്കും അതിനും കൂടി നമുക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ റമദാനിൽ മാറ്റി വെക്കാൻ പറ്റിയ സംഗതികളുണ്ട്, അത് നമുക്ക് മാറ്റിവെക്കാം. ഇതുവരെ കുറേ സമയം ചെലവഴിക്കുന്ന പല കാര്യങ്ങളും റമദാനിൽ ഒന്നും കൂടി അത് ചെറുതാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഉദാഹരണം പത്രം വായിക്കാൻ ചിലപ്പോൾ നമ്മൾ ദിവസം 1 മണിക്കൂർ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ പ്രധാനം 1 മണിക്കൂർ പത്രം വായിക്കാൻ ചിലവഴിക്കേണ്ട കാര്യമില്ല. 5ഉം 6ഉം പത്രങ്ങൾ വായിക്കുന്ന മനുഷ്യന്മാരുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തില്ല. റമദാൻ മാസത്തിൽ അങ്ങനത്തെ എല്ലാ പത്രവും ഫുള്ള് കത്തം തീർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ ഏകദേശം നാട്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. ഇപ്പോൾ പത്രത്തിന് വലിയ പ്രസക്തി ഇല്ലതാനും. ഇപ്പോൾ പേപ്പറിൽ വരുന്ന വാർത്തയുടെ മുമ്പ് നമ്മളെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും. അല്ലാതെ പത്രത്തിന് വേണ്ടി കാര്യമൊന്നുമില്ല. പത്രം മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നലില്ല. കാരണം അതിൽ വന്നൊക്കെ അതിന് മുമ്പേ നമ്മളിവിടെ അറിഞ്ഞ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അടക്കം എല്ലാം കണ്ടതാണ്. പിന്നെ ഇപ്പോൾ പേപ്പറിൽ വെറുതെ നോക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പം പത്രത്തിന് ഇപ്പോൾ അത്രേ പ്രസക്തിയുള്ളൂ, വലിയ പ്രസക്തിയൊന്നും അതിന് ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ അറിയും. ഇവർ ഒന്നരാടം നോക്കിയാലും നമ്മൾ വല്ലാതെ പിന്നിക്ക് പോകുന്നില്ല. 2 ദിവസം 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ പത്രം എടുത്ത് നോക്കിയാലും ലോകത്തിൻ്റെ ചലനം അറിയാത്ത അവസ്ഥ ഉണ്ടാവുന്നില്ല. അതിപ്പോൾ ഇന്നത്തെ പേപ്പറും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇന്നലെ കുറച്ച് വാർത്ത ഉണ്ടാവും, ഇന്ന് അതിനെപ്പറ്റി ലേശം കൂടെയൊക്കെ വാർത്ത ഉണ്ടാവും, നാളെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഉണ്ടാവും, മറ്റന്നാൾ ആ പറഞ്ഞൊന്നും ശരിയല്ല എന്ന് വേറെ വാർത്തയും വരും. അപ്പോൾ മറ്റന്നാളത്ത് വായിച്ചാൽ തന്നെ ഇതൊക്കെ മനസ്സിലാവും. അത്രയൊക്കെ ആവശ്യമുള്ളൂ. ആഴ്ച 1 ദിവസം 2 ദിവസം വായിച്ചാൽ തന്നെ ഏകദേശമൊക്കെ നമുക്ക് ധാരണ കിട്ടും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യം ഇപ്പം ഇന്ന് പത്രത്തിന് ഇല്ല. എന്നാൽ നമ്മളെ ഭാഷ നന്നാവാനൊക്കെ പത്രം വായിച്ചാൽ പറ്റും എന്നൊക്കെ പറയാം. പക്ഷെ പത്രത്തിലും തന്നെ കണ്ടമാനം തെറ്റാണ്. പിന്നെ ഇപ്പോൾ സാധാരണ പത്രം വായിച്ചാൽ നമ്മളെ ഭാഷ ശരിയാവുന്ന പറയാം. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് പത്രത്തിൽ പോലും 1-ാം പേജിലടക്കം എത്രയോ തെറ്റുകൾ ആവർത്തിച്ച് അച്ചടിച്ച് വരുന്നിടത്താണ് ഇപ്പോൾ ഉള്ളത്. ആവട്ടെ, ഏതായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുടെ സമയങ്ങൾ നമുക്കൊന്നും കൂടെ മനസ്സ് വെച്ചാൽ ചുരുക്കാൻ പറ്റും. അതേപോലെ ഉറക്കം, തീരെ ഉറങ്ങേണ്ടതെന്ന് പറയാൻ കഴിയും, നമ്മളൊക്കെ ഉറങ്ങലുണ്ട്. പക്ഷേ അനിവാര്യമായും ഉണ്ടാവേണ്ട ഉറക്കം ഉണ്ടാവും, ശരീരത്തിന് ആവശ്യമായ ഒരു ഉറക്കം. അതേ ആവശ്യമുള്ളൂ. അല്ലാതെ എന്തായാലും രാവിലെ സുബഹിസ്കരിച്ച് കിടന്നാൽ 10:30 ഉറങ്ങിയേ പറ്റുള്ളൂ എന്ന് ഇപ്പോഴേ വിചാരിച്ചാൽ പിന്നെ പഴുന്നണിക്ക് എണീക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന് പ്രത്യേകത, നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തോ അതിനൊപ്പിച്ച ശരീരം വരിക. ശരീരത്തിന് ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ അതങ്ങനെ പോവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണി 1:30 മണിയായി നമുക്ക് എന്നും വിശക്കും. കാരണം എന്താണ്, നമ്മളെ നേരത്തെ എന്നും ഭക്ഷണം കൊടുത്ത് ശീലാക്കി ശരീരത്തിന്. അപ്പോൾ ആ നേരം ആകുമ്പോൾ വിശപ്പുണ്ട് വരും. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, ഭയങ്കര വിശപ്പുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞാലോ പിന്നാണ് മറക്കും. പിന്നെ ഒരു 3 മണി എടുക്കാൻ ചോറ് നിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ ആകുക. കാരണം അപ്പോൾ ശരീരത്തിൽ മനസ്സിലായി ഈ ചങ്ങായി എൻ്റെ ഒപ്പം കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ച് റെഡിയാവും. പിന്നെ ഇടയ്ക്കൊന്ന് ഓർമ്മാക്കും. എല്ലാ സംഗതിയും മൂത്രമൊഴിക്കാൻ മുട്ടേക്കത്തിനാണ്. മൂത്രമൊഴിക്കാൻ മുട്ടേക്കാൻ നോക്കുമ്പോൾ എവിടെയും മൂത്രമൊഴിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ എന്താ ഇപ്പം ചെയ്യുക, ഇവിടെ എവിടെയും മൂത്രമൊഴിക്കാൻ പറ്റുമല്ലോ. അപ്പം മനസ്സ് പാകപ്പെട്ടു. അപ്പം പിന്നെ എല്ലാം അതങ്ങനെയാണ് മറന്നു പോകും. പിന്നെ അത്ര വിഷയം ഉണ്ടാവില്ല. അതിന് പരിയിൽ പോയിട്ട് ഒഴിക്കാന്നാണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ശരീരം അതിനാണ്ട് റെഡിയാകും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഓർമ്മാക്കും, മൂത്രമൊഴി കണ്ടിട്ടോ ഇവിടെ ഉണ്ട്, മറന്നതൊന്നുമല്ല സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി മുട്ടും. അപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ എന്താ ഇപ്പം ചെയ്യുക, കുറേ നേരം മൂത്രമൊഴിക്കാൻ മുട്ടണേ, പക്ഷെ ഇവിടെ ഒന്നും പറ്റൂലല്ലോ. സാറേ ഇനിയിപ്പോൾ എന്തായാലും പെരയ്ക്കെത്താൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് റെഡിയായി. അത് ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എങ്ങനെയാണോ ശരീരത്തിനെ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുണ്ടാവും. ചില മനുഷ്യന്മാർക്ക് രാവിലെ ചായ ഇട്ടാഞ്ഞാൽ പിന്നെ അന്ന് ശരിയാവില്ല എന്നറിയും. ബാക്കി ഒന്നും ആണെങ്കിൽ നാസ്തൊന്നും പ്രശ്നമില്ല, രാവിലെ ചായ നിർബന്ധമാണ്. അത് കിട്ടാഞ്ഞാൽ പിന്നെ അന്നത്തെ ശരിയാവില്ല. വെറുതെ കുറച്ച് ദിവസങ്ങളെ ചായ കൊടുക്കാതെ നോക്കി, ആ പ്രശ്നം ഉണ്ടാവില്ല. ശരീരശാസ്ത്രം തന്നെ പറയുന്നത് 21 ദിവസം ഒരു സംഗതി ശീലിപ്പിച്ചാൽ ശരീരം അങ്ങനെ പാകപ്പെടുന്നതാണ്. 21 ദിവസങ്ങൾ ചായ തീരെ കുടിക്കാതിരുന്നാൽ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പ്രശ്നം ഉണ്ടാവും. വല്ലാത്ത പൊടുതേട്, ഇടങ്ങാറ്, ഉറക്കം വരുന്നില്ല, ഉന്മേഷമില്ല, നമ്മളൊക്കെ പിടിച്ചവിടെ നിൽക്കുക. ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ റെഡിച്ച് വരും. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ചായ എന്നുള്ള അജണ്ടിന് വല്ലാണ്ട് പോവും. പിന്നെ വിഷയമൊന്നുമില്ല. 21 ദിവസം കഴിയുന്നതോടുകൂടി പിന്നെ ചായക്ക് ടേസ്റ്റ് ഇല്ലാതാവും.
22-ാമത്തെ ദിവസം നിങ്ങൾ ചായ കുടിച്ചു നോക്കിയാൽ എന്താ എന്തെങ്കിലും കുടിക്കാൻ നിൽക്കും. നിങ്ങൾ മധുരമില്ലാതെ ചായ കുടിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഷുഗർ പേഷ്യൻസ് തീരെ മധുരം ഉപയോഗിക്കാത്ത. അപ്പം ഞങ്ങൾക്ക് അത്ഭുതപ്പെടും എങ്ങനെ മധുരമില്ലാതെ കുടിക്കാതെ. ഓരോട് ചോദിച്ചു വേണ്ടി ഒരു പുസ്തകം ഞങ്ങൾ മധുരമായിട്ട് ചായമായിട്ടാണ്, നമുക്കിത് പ്രത്യേകിച്ചും തോന്നലില്ലാതെ. അതുപോലെ അങ്ങനെ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ കുടിക്കുന്നു. ശരീരത്തിന് അതിലൊരു ആസ്വാദനമുണ്ട്. ഏതും അങ്ങനെ തന്നെയാണ്. 21 ദിവസം ശീലിപ്പിച്ചാലും 21 ദിവസം ഒഴിവാക്കി ശീലിപ്പിച്ചാലും ശരീരം അതിന് പാകപ്പെടും. പിന്നെ അങ്ങനെ ചായ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ പിന്നെ ഒരു 21 ദിവസം കുടിക്കേണ്ടി വരും. അപ്പോഴേ പഴയ അവസ്ഥയ്ക്ക് തിരിച്ചെത്തുകയുള്ളൂ. ഇത് മുതലാക്കാൻ പറ്റിയ സമയമാണ് റമദാൻ. അപ്പം നമുക്ക് റമദാനിന് 10 കഞ്ഞി വേണ്ട, ഉച്ചക്ക് ചോറ് വേണ്ട, 4 മണി ചായ വേണ്ട. കാരണം എന്താണ്? അത് റമദാനിലെ ഫസ്റ്റ് ദിവസം തന്നെ ഉച്ചക്ക് നമുക്ക് വിശക്കണില്ലല്ലോ. അതെന്താ കാരണം? നമ്മൾ തലേന്ന് രാവിലെ മുതൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ വ്യാഴാഴ്ച മുതൽ നോമ്പാണ്, വ്യാഴാഴ്ച മുതൽ നോമ്പാണ്, വ്യാഴാഴ്ച മുതൽ നോമ്പാണ്. ഇതിങ്ങനെ എപ്പോഴും വരികയാണ്. ഓരോ സാധനം വാങ്ങുമ്പോഴൊക്കെ ഇനിയിപ്പോൾ നോമ്പ് കഴിക്കാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ അരി പൊടിച്ചു, മല്ലി പൊടിച്ചു, മുളക് പൊടിച്ചു ഒക്കെ റെഡിയാക്കി. അപ്പോഴൊക്കെ എന്താ മനസ്സ്? പള്ളി ക്ലീനാക്കുന്ന എന്താ മനസ്സ്? നോമ്പ് വരികയാണ്. വീട് ക്ലീനാക്കുന്ന എന്താ? നോമ്പ് വരികയാണ്. ഓരോ നോമ്പാണ്. അപ്പം ഇങ്ങനെ ശരീരം ഇപ്പം തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ ചങ്ങാനെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഇനി വിശന്നിട്ട് കാര്യമില്ല. അപ്പം മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല, പിന്നെ ഉച്ചയ്ക്ക് വിശക്കില്ല. അത്താഴത്തിന് എണീക്കാൻ പ്രശ്നം. ഇപ്പം 4 മണിക്ക് എണീക്കാൻ എന്ത് മടിയാണ്. അലാറം അടിച്ചാലും പിന്നെയും ഓഫാക്കും, പിന്നെയും കിടക്കും, പിന്നെയും അടിക്കും, പിന്നെയും ഓഫാക്കും, പിന്നെയും കിടക്കും. എന്നാൽ അന്നോ 1-ാമത്തെ അത്താഴത്തിന് പോലും അലാറം അടിച്ച് നമ്മൾ എപ്പോൾ എണീക്കും. കുട്ടികളൊക്കെ വിളിച്ചുകൊടുത്ത് ഒരു പ്രശ്നം തോന്നണില്ല. കാരണം അതിന് നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ശരീരം അതിനനുസരിച്ച് റെഡിയായി. ശരീരത്തിനറിയാം ഇനി അതിന് അപ്പോഴും ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതെന്താ നടക്കൂല. അപ്പം പിന്നെ അതിനനുസരിച്ച് ശരീരം റെഡിയാകും. അപ്പം ഏത് കാര്യവും ആവശ്യമുള്ള ശീലങ്ങളെ ശീലിപ്പിക്കാനും ആവശ്യമില്ലാത്ത ശീലങ്ങളെ ഒഴിവാക്കാനും ഏറ്റവും പറ്റിയ സമയം റമദാനാണ്. ചില തെറ്റായ ശീലങ്ങളൊക്കെ ശീലിച്ചവരുണ്ടാവും. പുകവലി കുറേ ആയി ഇങ്ങനെ നിർത്താൻ വിചാരിക്കും, എന്നാലും പിന്നെയും വലിച്ചു മാറ്റും. ഇപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, എന്നാലും റെക്കോർഡ് ഒളിഞ്ഞ് പിന്നെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. അത് നിർത്താൻ ഏറ്റവും നല്ല സമയം റമദാനാണ്. അങ്ങനെയൊക്കെയുള്ള തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് റമദാനാണ്. അപ്പം ഈ റമദാനെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. എന്തിനെല്ലാം ഉപയോഗിക്കണം, എന്തിനെല്ലാം ഉപയോഗിച്ചുകൂടാ, ഇത് നമുക്ക് ഇപ്പം തന്നെ പ്ലാൻ വേണം. അത് ഏത് രംഗത്തും, ഇബാദത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ജീവിത ശീലങ്ങളുടെ കാര്യത്തിൽ, എല്ലാത്തിലും നമുക്ക് ഒരു പ്ലാൻ. ഈ റമദാൻ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇന്നൊന്നും ചെയ്യൂല. അത് ഇപ്പം തന്നെ റെഡിയായി മനസ്സ് അതിനാണ്ട് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരം വിധേയപ്പെടും. എന്നാണ് നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പോലെയാണ്. കുട്ടീൻ്റെ പ്രത്യേകത എന്താണ്? കുട്ടിയുടെ മുലകൂടി നിർബന്ധപൂർവ്വം നിർത്തിയെങ്കിലേ കുട്ടി നിർത്തുള്ളൂ. ഏതെങ്കിലും കുട്ടി 2 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് വിചാരിച്ച് നിർത്തലുണ്ടോ? പിന്നെ എങ്ങനെ നിർത്തൽ? ഉമ്മ വ്യത്യസ്തമായ ഉപായങ്ങൾ സ്വീകരിച്ച് ഒന്നുമില്ലെങ്കിൽ മുലമ്പല് പോലെ കൈപ്പിള തേച്ചിട്ടെങ്കിലും ആ കുട്ടിനെ നിർത്തിപ്പിക്കുക ചെയ്യാം. അങ്ങനെ നിർത്തി ശീലിച്ചാലോ ഒരു 3-4 ദിവസമൊക്കെ കുട്ടിക്ക് കൂടുതലുണ്ടാവും, പിന്നെ അതങ്ങനെ മാറി. അതല്ല മുല കൊടുത്തുകൊണ്ടേയിരുന്നാലോ 3 വയസ്സും 4 വയസ്സും 5 വയസ്സിലൊക്കെ കുട്ടി മുലടിച്ചോളും. അറിയാം അവസാനത്തെ മക്കൾ കുറച്ച് തോനെ മുലടിച്ചല്ലോ. ലാസ്റ്റ് കുട്ടികൾ പൊതുവെ കുറച്ച് ഏറെ മുലടിക്കും. മുമ്പൊക്കെ പറഞ്ഞേക്ക് എൻ്റെ അളാപ്പൊക്കെ 6 വയസ്സ് മുലടിച്ചേക്കാം, മദർസ് ഇട്ടതാണ് മുലടിച്ചല്ലോ. മദർസ് ഇട്ടെന്നിട്ട് മുലടിച്ചേക്കാം, നിർത്തിയിട്ടില്ല. അപ്പം പാലുണ്ടാവും ചെയ്യും, ആ പാലുണ്ടാവും. അതാണ് അന്നഫ്സു കത്തിഫ്ലി. നഫ്സ് ഒരു കുട്ടിയെ പോലെയാണ്. നമ്മളങ്ങനെ വിട്ടാൽ അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിർത്തിയാലോ അവിടെ നിൽക്കും ചെയ്യും. അപ്പം അതിന് നമുക്ക് ഏറ്റവും പറ്റിയ ടൈം റമദാനാണ്. അപ്പം നമ്മൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന, നടപ്പാക്കണമെന്ന് വിചാരിക്കുന്ന, എന്നാൽ നടപ്പാക്കാൻ കഴിയാത്ത നല്ല കുറേ ശീലങ്ങളുണ്ടാവും. ഇപ്പം ബാങ്ക് കൊടുത്താൽ പള്ളിക്ക് വരണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. എല്ലാ വക്തും ജമാഅത്ത് കിട്ടണം, കൃത്യമായി പള്ളിയിൽ വരണം, എല്ലാ റവാത്തിബും നിസ്കരിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും എത്തിപ്പെടൂല. എങ്ങനെ വന്നാലും അവസാനം 1 റക്അത്ത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് കഴിഞ്ഞിട്ട് മസ്ബൂക്കായിട്ട് ചിലപ്പോൾ എത്തുമ്പോഴേക്ക് സലാം വീട്ടി, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തുക. നമ്മുടെ തിരക്ക് വേറൊന്നുമില്ല, നമ്മുടെ തിരക്കും കാര്യങ്ങളും. ചിലപ്പോൾ കാരണം കണ്ട റോഡ് ബ്ലോക്കായി മറ്റൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ചെറിയൊരു ശ്രദ്ധക്കുറവയിലുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എത്തുമല്ലോ.
അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് കുറേ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് പറ്റിയ സമയമാണ് റമദാൻ. അപ്പോൾ റമദാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റും 30 ദിവസം നോമ്പിട്ടാൽ 150 വക്ത് നിസ്കാരം ഉണ്ടാവും. ആ 150 വക്തും എനിക്ക് ജമാഅത്ത് കിട്ടണം. ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ കഴിയണം. 1-ാം സ്വഫിൽ വന്നിക്കണം, ഇമാമിൻ്റെ വലതുഭാഗത്ത് വന്നിക്കണം. നമുക്ക് തീരുമാനിച്ചാൽ മതി. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഒരുങ്ങും. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന മുമ്പേ ചിലപ്പോൾ ഒന്ന് നമ്മൾ തൽക്കാൻ ഡ്യൂട്ടിയിലൊക്കെ നിർത്തി ഒന്ന് ബാത്റൂമിൽ പോയി പൂതൊക്കെ എടുത്ത് റെഡിയായി വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് 1-ാം സ്വഫിൽ എത്താൻ കഴിയും, വലുത് ഭാഗത്തെക്കാൻ പറ്റും. ഒരു നിസ്കാരത്തിന് മുമ്പ് എത്ര കൂലി നമുക്ക്. ജമാഅത്ത് നിസ്കാരം 27 കൂലി എന്ന് പറയാൻ കാരണം 27 മര്യാദകൾ പാലിക്കുന്നതുകൊണ്ടാണല്ലോ. വെറുതെ ഇട്ടില്ലല്ലോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉദു ചെയ്യണം, നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് വരണം, നിസ്കാരം കാത്തിരിക്കണം, വരുന്ന ആ വരവ് പോലും സമാധാനത്തോടെ ആവണം. ഓടിക്കതച്ച് വന്നാൽ കൂലി കുറയുന്നതാണ്. അതാണ് നബി നിസ്കാരം നോക്കുമ്പോഴാണ് ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അതേ അവിടെ കയറിയപ്പോൾ തന്നെ നബി റുക്കൂക്ക് പോയി. അതേ അവിടുന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി റുക്കുകയാണ് ചെയ്തു. വാതിൽ കടന്ന ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി റുക്കൂഴ് ചെയ്ത് റുക്കൂഴിൽ ഇങ്ങനെ നടന്നിട്ട് പോകുന്നു കണ്ട് സൊഫക്ക്. നിസ്കാരത്തിനുള്ള ആവേശം കൊണ്ടാണ്, നമ്മളെ മാതിരി മടി കൊണ്ടല്ല, സ്വഹാബികളാണല്ലോ. നിസ്കാരം കിട്ടാനുള്ള പൂതി കൊണ്ടാണ്. നബി തങ്ങൾ നിസ്കാരം കഴിയുമ്പോൾ പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസൻ വലാ തഉദ്. നിന്റെ ഈ ആഗ്രഹം പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു തരട്ടെ, പക്ഷെ ഇനി പണി ചെയ്യരുത്. നിങ്ങൾ കിട്ടി നിസ്കരിച്ചോളി, കിട്ടാത്ത നിങ്ങൾ പൂർത്തിയാക്കിക്കോളി. വരുമ്പോൾ എന്ത് വേണം? നിങ്ങൾ പള്ളിക്ക് വരുമ്പോൾ വഅലൈക്കും ബിസ്സക്കീന, സമാധാനത്തോടെയാണ് ശാന്തിയോടെയാണ് നിങ്ങൾ വരേണ്ടത്. എന്നിട്ട് എന്താണോ കിട്ടിയത് അത് നിസ്കരിക്കാം. വമാ ഫാതകും ഫഅതിമു, നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നെ പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പം കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക, കിട്ടാതെ നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് അതിന് മര്യാദ. അല്ലാതെ ഇതിന് 2 മിനിറ്റുള്ളൂ, വണ്ടി എടുത്തുകൊണ്ട് ആകെങ്ങൾ ജഗബുകാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പാർപ്പിച്ചിട്ട് വന്ന് നേരെ പള്ളിക്ക് ഓടി കഴിച്ച് വന്നിട്ട് ആ അൽഹംദുലില്ലാ ഒരു അത്തഹിയ്യാത്തിൽ എത്തി കിട്ടി, അവിടെ കാര്യമൊന്നുമില്ല. ആ വരവിന് പോലും ഒരു അടക്കവും ഒതുക്കവും വേണമെന്നർത്ഥം. നബി ഞങ്ങൾ പറയും 2 ആളുകൾക്ക് വേർപിരിക്കാൻ പാടില്ല. പോരുന്ന വഴി 2 ആൾ വർത്തമാനം പറയുന്നുണ്ട്, ഒരു എടയിൽ കൂടി കയറിയിട്ട് വണ്ടി ഞാൻ ഒരുപാട് ഞാൻ നിസ്കാരം പള്ളിക്ക് കൊണ്ടുപോയി എന്നൊരു ഓനെ കണ്ട് വായിപ്പിച്ചാണ് വണ്ടിയാൽ 27 ഇരട്ടി കുറയുന്നത്. 27 ഇരട്ടി കുറയും. ഇപ്പം നമ്മൾ വണ്ടി ചെല്ലുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒന്നും നോക്കാതെ അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ച് അതിൻ്റെ കൂടി വണ്ടി കൊണ്ട് ഇത് ജമാഅത്തിന് വണ്ടിയാണ്. ആ മണ്ടലിൽ കൂലി കുറേ ചെയ്യാം. അപ്പം ആ മണ്ടൽ ഒഴിവാകണമെങ്കിൽ എന്ത് വേണം? ദേശം നേരത്തെ നമ്മൾ ഇറങ്ങണം, അപ്പോഴേ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ശീലങ്ങളെ ശീലിപ്പിച്ചെടുക്കാൻ പറ്റും. സുന്നത്ത് നോമ്പുകൾ നമുക്ക് നോൽക്കണമെന്ന് പൂതിയുണ്ട്. ഞാനൊക്കെ വളരെ പിന്നിലാണ് സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിൽ. എപ്പോഴെങ്കിലും വിചാരിക്കും നോൽക്കണം എന്നൊക്കെ, പക്ഷേ അപ്പം അങ്ങനെ ഓരോന്നും ആലോചിക്കും. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ മറ്റേ യാത്ര ഉണ്ട്, ഇവിടെ പോകാണ്ട് വൈകുന്നേരം പരിപാടി ഉണ്ട്, ഇനിയിപ്പോൾ നോമ്പ് ഒറ്റ എടുക്കാറാവും, അപ്പോൾ തൽക്കാലം വേണ്ട, നീ അടുത്ത ആഴ്ച ആക്കാം, അടുത്ത ആഴ്ച വരുമ്പോൾ പാടുന്ന ഉണ്ടാവും, അപ്പോൾ അതൊന്നും പ്രശ്നം. അങ്ങനെ പോകുന്നതൊക്കെ അതിലൊക്കെ മറികടന്നിട്ട് ഫർളാകുമ്പോഴോ ഈ പ്രശ്നമൊന്നുമില്ല. എവിടേക്ക് വഴിക്ക് പോകാനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ തിങ്കളാഴ്ച മുമ്പത്തെ ശരിയാവില്ല, അത് വഴിക്ക് പോകാണ്ടാണ്. റമദാൻ മാസം ഫുള്ള് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. കേരളം മൊത്തം പോകുന്നുണ്ട്, ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. സുന്നത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നല്. അതിപ്പോൾ നോറ്റാൽ ശരിയാവില്ല, ഒരു വഴിക്ക് പോകാനുള്ളതാണ്, അല്ലെങ്കിൽ മറ്റേ വിഷയങ്ങളിലാണ്, അവിടെ ഒരു ചെറിയ സൽക്കാരുണ്ട്, ഇനിയിപ്പോൾ നോമ്പറ്റ് പോയാൽ ശരിയാവില്ല. റമദാൻ മാസത്തെ അങ്ങനത്തെ പ്രശ്നം തോന്നുന്നില്ലല്ലോ. അപ്പം നമ്മൾ തീരുമാനം എടുത്താൽ കഴിയും എന്നർത്ഥം. അത് ശീലിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് നമ്മൾ റമദാൻ. ഖുർആനുമായുള്ള ബന്ധം പറയേണ്ട കാര്യമില്ല. ഖുർആൻ്റെ മാസമാണ് റമദാൻ. നമ്മളൊക്കെ ഖുർആനോത്തര കാര്യത്തിൽ വളരെ പിറകിലാണ്. ഞാനൊക്കെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മുടെ മുൻഗാമികൾ അൽഹംദുലില്ലാഹ് വലിയ മാതൃകയാണ് ആ രംഗത്ത് അവർ കാണിച്ചത്. മുൻഗാമികൾ ബാക്കി എല്ലാം നിർത്തിച്ചിട്ട് ഖുർആൻ പഠിക്കുമായിരുന്നതാണ്. ഹദീസ് ക്ലാസ് വരെ നിർത്തിക്കും. ഇമാം മാലിക് മദീനത്തെ പള്ളിക്കിലെ എല്ലാ ക്ലാസ്സും നിർത്തിക്കുന്നതാണ്. ഹദീസ് ക്ലാസ് ഇമാം മാലിക്കിന് ഹദീസിൻ്റെ മജ്‌ലിസുണ്ട്, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതുവരെ നിർത്തിവെച്ചിട്ട് ഖുർആൻ ഓത്തിലേക്ക് തിരിയും. കാരണം ഓരെ സംബന്ധിച്ച് ബാക്കി 11 മാസവും ഒരു ദീന് പഠിക്കലും പഠിപ്പിക്കുകയൊക്കെ തന്നെ. നമ്മളെ സംബന്ധിച്ച് ആകെ കിട്ടുന്ന 1 മാസമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി ജമ്മ് ചെയ്ത് പോണത്. ചില ആളുകൾ ചോദിക്കും, നമ്മൾ റമദാൻ മാസത്തിൻ്റെ ക്ലാസ്, റമദാനായി നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് വെക്കണ്, എന്നാൽ അത് ഒഴിവാക്കിക്കൂടെ? അത് ഒഴിവാക്കി അതും ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഓൽക്കതല്ല, ഓൽക്ക് 11 മാസവും ദീനി പഠനമാണ്. അപ്പോൾ 12ാമത്തെ മാസം റമദാനാകുമ്പോൾ തൽക്കാലം അതൊക്കെ നിർത്തിവെച്ച് ഖുർആനിലേക്ക് തിരിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ആകെ ഈ മാസം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ.
അല്ലാത്ത മാസങ്ങളൊക്കെ നമുക്ക് നമ്മൾ മറ്റ് ദുന്യവിയായ കാര്യങ്ങളിട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഓക്കെ, ഫുള്ള് ക്ലാസ് ആകും വേണ്ട, ഇടയ്ക്ക് ക്ലാസ്സും ബാക്കി ഭാഗത്തും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ആൾക്കും തന്നെ പഠിക്കാനും ഈമാൻ വർദ്ധിക്കാനൊക്കെ ഒരു സമയം എന്ന നിലക്കാണ്. എന്നാലും ഖുർആനുമായി കുറച്ചുകൂടെ ബന്ധമുണ്ടാവേണ്ട സമയമാണ് റമദാൻ. അപ്പോൾ അതൊരു പ്ലാൻ. ഏറ്റവും മിനിമം, ഏറ്റവും ചുരുങ്ങിയത് 30 ജ്യൂസ് ഓതണം എന്ന് നമ്മൾ തീരുമാനിക്കാം. ഏറ്റവും മിനിമം ഒരു ദിവസം ഒരു ജ്യൂസ് ഓതിയാലും 30 ദിവസം കൊണ്ട് 30 ദിവസമായി 20 പേജാണുള്ളത്. 5 നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിന് മുമ്പ് 2 പേജും ശേഷം 2 പേജും ഓതിയാൽ തന്നെ ഒരു ജ്യൂസ് പൂർത്തിയാവും. ബാങ്ക് കൊടുത്ത് കാമത്തിന് മുമ്പുള്ള 20 മിനിറ്റ് ഉണ്ടല്ലോ, സുരതൊക്കെ സ്കെച്ച് ചെയ്യുന്നാലും 10 ബാക്കി ഉണ്ടാവും. ആ 10 മിനിറ്റിൽ 2 പേജ് ഓതാൻ സുഖമായിട്ട് പറ്റും. ഒരു പേജ് ഓതാൻ നമുക്ക് 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ ആവശ്യമുള്ളല്ലോ. അപ്പം 2 പേജ് ബാങ്കിന് ശേഷം ഓതുക, ഒരു 2 പേജ് സ്കാരം സലാം വിട്ടിട്ട് ഓതുക, അപ്പോൾ 4 പേജായി. 5 വക്തിൽ 4 പേജ് ഓതിയാൽ 20 പേജായി. നമ്മളെ ഒരു സംഗതിയും മുടക്കാതെ ഒരു ഷെഡ്യൂളും തെറ്റാതെ തന്നെ നമുക്ക് ജ്യൂസ് ഓതാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലേറെ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി റമദാൻ എല്ലാ പകലും ഒരു ഖത്തം തീർക്കുന്നതാണ്. ഓർക്ക് പിന്നെ ആഫിദീങ്ങളാണ്, മുസാഹിഫ് വേണ്ട, പഠിക്കേണ്ട ഒന്നും വേണ്ട, ഓർക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഓതിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. നമുക്കത് കഴിയില്ല. പക്ഷെ എന്നാലും മനസ്സ് വെച്ചാൽ കുറേയൊക്കെ നമുക്ക് പറ്റും. ഇതിങ്ങനെ ഓതാൻ അയാൾക്ക് ചിലപ്പോൾ കുറേ സമയം കഴിയുന്നതായിക്കോട്ടെ. ഖുർആൻ പഠിക്കാം, നമുക്ക് ഒരു അമാനി പരിഭാഷ നമുക്ക് വായിക്കാം, ഒരു തഫ്സീർ വായിക്കാം, പർപ്പുസ്താൻ്റെ പരിഭാഷ വായിക്കാം, അതൊക്കെ നമുക്ക് പറ്റുമല്ലോ. കുറച്ച് നമ്മൾ ഓതി, കുറച്ച് അർത്ഥം വായിച്ചു, അപ്പോൾ കുറച്ചുകൂടി ഖൈറാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി 2 തരം ഖത്തം ഉണ്ടായിരുന്നതാണ്. ഒരു ഖത്തം അദ്ദേഹം ഓരോ ആയത്തും ചിന്തിച്ചും പഠിച്ചും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നും അതിനെപ്പറ്റി ആലോചിച്ചും ചിലപ്പോൾ കുറേ കരഞ്ഞും ചിലപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഇങ്ങനെ പോവുക. ആ ഖത്തം തീരാൻ 1 കൊല്ലമൊക്കെ എടുക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ആയത്തുമ്പോൾ രാത്രി ഫുള്ള് കഴിച്ചു വിട്ടും, അതിങ്ങനെ വീണ്ടും 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 ഓതും, കുറേ കരയും. ആ ആയത്തുനിന്ന് എന്തൊക്കെയാണ് മസാല കിട്ടാൻ പറ്റുക അതിങ്ങനെ നോക്കും. അതാണ് ഇമാം ഷാഫിൻ്റെ പതിവ്. ഒറ്റ ആയത്തുമ്പോൾ ഇമാം ഷാഫി നേരം വെളുക്കോളം ഉറങ്ങാതെ കിടന്ന് നോക്കട്ടെ. ഇമാം ഷാഫി വിരുന്നിറക്കാൻ വന്ന ചരിത്രമുണ്ട്. അന്നത്തെ മഹാപണ്ഡിതൻ്റെ വീട്ടിലേക്ക് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് രാത്രി അതിഥിയായിട്ട് വന്നു. അപ്പോൾ പെരക്കാർക്കൊക്കെ ഭയങ്കര വല്ലാത്ത ബഹുമാനക്കാരൻ. ഇമാം ഷാഫി അന്നത്തെ മഹാപണ്ഡിതനാണല്ലോ. അദ്ദേഹം വീട്ടിൽ ഗസ്റ്റായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വല്ലാത്തൊരു സന്തോഷവും കുട്ടികളുമ്പിലൊക്കെ ഇങ്ങനെ ഇമാം ഷാഫിൻ്റെ ഓരോ നീക്കങ്ങളും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, എന്താ അദ്ദേഹത്തിൻ്റെ ആ മാതൃക, അതിങ്ങനെ പഠിക്കാൻ വേണ്ടി ഇവരൊക്കെ നോക്കുകയാണ്. മൂപ്പര് ഇഷാസ് കേച്ചൊക്കെ എടുത്ത് തുടങ്ങി, പിന്നെ സുബൈക്ക് എണീക്കണ്. അതിനിടയ്ക്ക് തഹജ്ജുദും കൂടി എണീറ്റിട്ടില്ല. അപ്പം ഇവർക്ക് ചെറിയ സംശയം, എന്താ ഇപ്പോൾ മൂപ്പര് തഹജ്ജുദൊന്നും ഇല്ലേ. ആ കിടത്തറ കിടന്നിട്ട് പിന്നെ യാതൊരു ഇതും കാണില്ല. സുബൈക്ക് നീച്ചു മാത്രമേ ഒതുണ്ടാക്കാതെ നേരെ സുബൈ സ്കെച്ച് ചെയ്തു. ഒതുണ്ടാക്കി നേരെ പോയിട്ട് സുബൈ അമായത്തെ കൂടി സുബൈ സ്കെച്ച് ചെയ്തു. അപ്പോൾ ഇവർക്ക് എന്താ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ വിചാരിച്ച ഇമാം ഷാഫിയും ഇതും യാതൊരു ഇതും ഇല്ലല്ലോ. തിന്നാൻ കുത്തുന്നപ്പോഴാണ് ഈ ഭയങ്കര തീറ്റയും, ഭയങ്കര തീറ്റ. അപ്പം ഇങ്ങനെ ഇപ്പോൾ തിന്നോ എന്താ ഇപ്പോൾ അത്. അപ്പോൾ അവസാനം പിന്നെ പെരക്കാരനും ഒരു എടുക്കാറ്. കാരണം ഇമാം ഷാഫിനെ പറ്റി കുട്ടികൾക്ക് മോശമായപ്പോഴും പരിയുണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവസാനം ചോദിച്ചു, അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ ചെറിയൊരു ചർച്ച പരിയുണ്ട്, എന്താണ് വിഷയം. കാരണം അദ്ദേഹത്തെക്കുറിച്ച് മോശം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയാസമാണല്ലോ. അപ്പോൾ ഇമാം ഷാഫി ഞാൻ സാധാരണ വളരെ കുറച്ചേ കഴിക്കലുള്ളൂ. 3-1 താഴെയാണ് ഇമാം ഷാഫിൻ്റെ ഭക്ഷണം. 3-1 കഴിക്കലില്ല. പക്ഷേ ഒരു വീട്ടിൽ വരുമ്പോൾ ആതിഥേയനത്തിന് തൃപ്തിയാവുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മുന്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാകാൻ വേണ്ടിയാണ് ഞാൻ കഴിച്ചത്. മാത്രമല്ല, ഈ നിങ്ങളെ വീട്ടിലെ ഭക്ഷണമാകുമ്പോൾ അത് ഹലാലാന്ന് എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. അവർക്ക് എന്തായാലും റാഹത്തോടെ തിന്നാൻ പറ്റും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. സാധാരണ ഞങ്ങൾ കഴിക്കുന്നില്ല. 2 ഞാൻ ശ്വാസിച്ച് ഒതുക്കണ്ടാക്കി പോയി കിടന്നപ്പോഴാണ് ഒരു ആയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ ആയത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറേ ഹുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ കിടന്നെനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് പിന്നെ തഹജ്ജുദ് എണീക്കാൻ ഇല്ലല്ലോ. അപ്പം എൻ്റെ ഒതു മുറിട്ടില്ല. അപ്പോൾ ആ ഒതുകൊണ്ട് ഞാൻ സുബഹി സ്കെച്ച് പിന്നെ ഒതു ഉണ്ടായിക്കൊണ്ട് പിന്നെ നിങ്ങളെ വെള്ളം ഞാൻ രണ്ടാമത് വേസ്റ്റ് ആക്കണ്ടല്ലോ. വീണ്ടും ഒതു ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലെ വെള്ളമല്ലേ, നിങ്ങളെ വീട്ടിലെ വെള്ളമല്ലേ. അപ്പോൾ ഒതു ഉള്ള ഞാൻ പിന്നെ രണ്ടാമത് ഒതുണ്ടാക്കിയിട്ട് നിങ്ങളെ വെള്ളം ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കാൻ ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പോയി ഒതു സംസ്കരിച്ചത്. കാരണം അതാണ് ഓലൊക്കെ ജീവിതം. ഒരായത്തും ഒരു നേരം വിളിപ്പിക്കുന്നു. ഉസ്മാൻ ഫലാൻ ഒരായത്തും ഒരാക്കായത്ത് നേരം വിളിക്കുമെന്ന് സ്കെച്ചു, ഒറ്റ റക്കായത്ത് നേരം വിളിക്കുമെന്ന് സ്കെച്ചതാണ്. ആ ഒരു ആയത്ത് വീണ്ടും 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 ഓതി. കാരണം അത് അത്രയും മനസ്സിനെ സ്വാധീനിച്ചു.
അതങ്ങനെ ഓതുന്നു, കുറേ കരയും, പിന്നെ ഒരായത്ത് ഓതുന്നു, പിന്നെയും കരയുന്നു. അങ്ങനെ 6 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്ക് സുബ്ഹി ബാങ്കായി. ഇമാം നവവിയുടെ അത്തിബിയാൻ ഫി ആദാബി ഹമദത്തിൽ ഖുർആൻ എന്ന കിതാബിൽ അദ്ദേഹം ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ്റെ ഈ ഒരു സംഭവം ആവർത്തിക്കാം, ഒരായത്ത് ആവർത്തിക്കാം. നബി ആവർത്തിച്ചില്ലേ, നബി ഒരായത്ത് പ്രാവശ്യം ആവർത്തിച്ചില്ലേ, ആവർത്തിക്കാം, വിരോധമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ രീതി, ഖുർആനുമായുള്ള അവരുടെ ബന്ധങ്ങൾ. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഖതമും പറ്റും, അതപ്പോൾ ജീവിതകാലത്ത് എന്നും പറ്റും. അതല്ല റമദാനിൽ നമുക്ക് കുറച്ച് ആശ്വാസമുള്ളത്. തനിക്ക് നമ്മുടെ ജോലിയും കാര്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ പള്ളിയും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട സമയമാണ് റമദാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയും പറ്റും. ഒരു ഭാഗത്ത് നമ്മൾ സ്പീഡിൽ ഓതിപ്പോകുന്ന ഒരു ഖതമുണ്ട്, മറുഭാഗത്ത് നമ്മൾ ഒരു അമാനി പരിഭാഷ, പർപ്പൂസ്തര പരിഭാഷ മറച്ചു വെച്ചിട്ട് നമ്മൾ തലക്കിൽ അങ്ങനെ വായിക്കുക. ഒരായത്തെ അതിൻ്റെ അർത്ഥം വായിച്ചു, അതിന് വിശദീകരണം വായിച്ചു, അതൊന്നും കൂടി വായിച്ചു, അത് വേണമെങ്കിൽ നോട്ട് ചെയ്തു, അതിനെപ്പറ്റി ആലോചിച്ചു, അങ്ങനെ പോകാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റമദാൻ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ജുസോ 5 ജുസൊക്കെ ആ പോക്ക് പോകുള്ളൂ, ആയിക്കോട്ടെ മതി. അത് ജീവിതത്തിൽ വലിയ വെളിച്ചമായിരിക്കും നമുക്ക്. അപ്പോൾ ഖുർആനുമായുള്ള ബന്ധം അതാണ് നമ്മൾ ഉണ്ടാക്കുക. അത് പാരായണം കൊണ്ടാവാം, പഠനം കൊണ്ടാവാം, പഠിപ്പിക്കൽ കൊണ്ടാവാം, കേൾക്കൽ കൊണ്ടാവാം. അപ്പോൾ ഓതാൻ കഴിയില്ല, എന്നാൽ ഖുർആൻ കേൾക്കാം. നല്ല സുന്ദരമായ ഖിറാഅത്ത് നമുക്ക് കേൾക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഖുർആനുമായുള്ള ബന്ധം ഏതായാലും ഈ റമദാനിൽ കുറച്ച് നമുക്ക് വർദ്ധിപ്പിക്കണം. അതൊക്കെ എല്ലാ കൊല്ലം നമ്മളൊക്കെ വിചാരിക്കുന്നതാണ്, പക്ഷെ അവസാനം വെച്ച് നോക്കുമ്പോൾ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വിചാരിച്ചാൽ മാത്രം പോരാ, അതിന് എന്താണ് പ്ലാൻ, ഏത് സമയമാക്കാം. അപ്പോൾ 24 ഹവറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ സുബഹി നിസ്കരിച്ചാണ് 1 മണിക്കൂർ ഖുർആൻ ഓതാനോ ഖുർആൻ പഠിക്കാനോ പരിഭാഷ വായിക്കാനോ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടത് കിടക്കുള്ളൂ വിചാരിച്ചോളി. ഉദാഹരണം പറയാം, സുബഹി നിസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിടക്കുക. ആ 1 മണിക്കൂർ ഞാൻ ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ്റെ അർത്ഥം പഠിക്കുകയാണ്, ഞാനൊരു ഖുർആൻ കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി ദുഹാ നിസ്കാരം അടക്കം നിസ്കരിച്ചിട്ട് വന്ന് കിടക്കാം, ആയിക്കോട്ടെ. ആ കിടന്നാലും ഒരു പിടുത്തം വിട്ട് കൊടുക്കണ്ട. അത് ശരീരം നേരത്തെ പറഞ്ഞ നമ്മൾ ഉറങ്ങി ശീലിച്ച് അങ്ങനെ ഉറങ്ങും. ഇന്ന് 8:00 ഉറങ്ങിയാൽ നാളെ 8:15 മറ്റന്നാൾ 8:30 പിന്നെ 9 മണിയാവും. അതങ്ങനെ അങ്ങോട്ടേ പോവുള്ളൂ, ഇങ്ങോട്ട് പോരില്ല. അതങ്ങനെ കൂടുതൽ വിഷയം ഉണ്ടാവും. രാവിലെ ഒന്ന് കെടുക്കാൻ ഞാൻ കഴിയില്ല പറയും, അപ്പം അങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മളാരും സുബഹിക്ക് കേൾക്കലുണ്ടോ? ഇല്ലല്ലോ. നല്ല ദിവസം ഒഴിവുണ്ടെങ്കിലോ ഞായറാഴ്ച നമുക്ക് അന്ന് ഉറക്കം വരും, അല്ലാത്ത ദിവസം ഉറക്കം വരൂതല്ലോ. ഞായറാഴ്ച ഓഫീസില്ല, സ്കൂളില്ല, ഒന്ന് ഒഴിവാണ്. അപ്പം അന്ന് സുബഹിക്ക് കെടുക്കാം. കുട്ടികൾക്ക് സ്കൂളില്ല, പെണ്ണേക്കും ഫ്രീ, എല്ലാവർക്കും ഫ്രീ, കുറച്ച് നേരം കിടക്കുക. ആയിക്കോട്ടെ, ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത്. അന്ന് ഉറക്കം വരുന്നുണ്ട്, ആ ഉറക്കത്തെ തിങ്കളാഴ്ച വരാത്തത്. തിങ്കളാഴ്ച നമുക്ക് അറിയാം ഉറങ്ങാൻ പറ്റില്ല എന്നറിയാം. നമുക്ക് ആ നേരത്ത് കുളിച്ച് മാറ്റി ഇറങ്ങിയേ പറ്റുള്ളൂ, അപ്പോൾ ഉറക്കം വരില്ല. ശനിയാഴ്ച നമ്മൾ മൈൻഡ് സെറ്റാക്കി നാളെ ഫ്രീ ആണ്, അപ്പോൾ ഉറങ്ങാം. അപ്പോൾ ശരീരം കണക്കാക്കി നാളെ അവനെ പിടിച്ചാൽ കിട്ടും. അപ്പം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. തറാവി സുബഹിസ്കാരം കഴിഞ്ഞ് ഒന്ന് കിടന്നേ പറ്റുള്ളൂ എന്ന് നമ്മളെ ശരീരത്തിനോട് നമ്മൾ പറയരുത്. ഞാൻ പ്രാവശ്യം സുബഹിസ്കരിച്ച് കെടുക്കൂല എന്ന് നൂറട്ടം പറഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. നമ്മളിപ്പോൾ തന്നെ പറയാം, പ്രാവശ്യം ഞാൻ ഉറങ്ങണം തീരുമാനിച്ച സുബഹിക്കേശം ഉറക്കമില്ല, അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പറയാം, നമ്മൾ ശരീരം കേൾക്കണം. നമ്മൾ പറയാം, നമ്മൾ ശരീരം കേൾക്കേ. അപ്പം ശരീരം ഉറപ്പിക്കും, ഈ പ്രാവശ്യം ഏതായാലും ആ പണി നടക്കൂല. അപ്പം പിന്നെ സുബഹിക്കേശം ഉറക്കം വരില്ല. ഞാൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെക്കുക. ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അലാറം വെച്ചിട്ടോ ഒരാളെ ഏൽപ്പിച്ചിട്ടോ ഭാര്യനോട് പറയാം, കുട്ടികളോട് പറയാം, ഇത്ര മണിക്ക് വിളിച്ചോണ്ടി എന്ന് പറയാം. അത് വിളിച്ചോടുത്ത് കുറച്ച് ദിവസമൊക്കെ പ്രയാസം ഉണ്ടാവും, പിന്നെ ശീലാവും. അങ്ങനെ ഒരു നിർബന്ധപൂർവ്വമുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഈ റമദാനിൽ എന്തൊക്കെ നടക്കണം? ഒന്ന്, ഇബാദാത്തുകൾ നടക്കണം. അപ്പോൾ ഇത് ഖുർആനോത്ത്, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, നിസ്കാരം, നോമ്പ് ഏതായാലും ഉണ്ട്, ദാനധർമ്മങ്ങളൊക്കെ ഇബാദാത്തിൻ്റെ ഭാഗമാണ്. അതിനെന്തായാലും നമുക്കൊരു ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാവും. 2, പഠനം നടക്കണം. അപ്പോൾ എന്തൊക്കെ പഠിക്കണം? ചിലപ്പോൾ കാലങ്ങളായി നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച ചില വിഷയങ്ങളുണ്ടാവും, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദീനിയായ കാര്യങ്ങൾ തന്നെ കാലങ്ങളായി കേൾക്കാൻ വിചാരിച്ച ചില സംഗതികളാവും. ഖുർആൻ്റെ ഒരു പിന്നെ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ മലയാളത്തിലോ ഏതായിക്കോട്ടെ, അത് കേൾക്കാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ചില പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ നമുക്കനുസരിച്ച് ഓടാൻ കഴിയും, അപ്പോഴേ മുതലാവുള്ളൂ. അല്ലെങ്കിൽ വെച്ചാൽ നമ്മളിതൊന്നും നടക്കില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ വില്ലനായി നിൽക്കൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള ഫോണാണ്. ഖുർആനോത്ത് മൊബൈലിലല്ല ഓതേണ്ടത്. നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും ഫോണിലല്ല ഖുർആൻ ഓതേണ്ടത്. ഫോണിൽ ഓതിയാൽ കൂലി കുറയോ? ഇല്ല, കോൺസെൻട്രേഷൻ കുറയും. കാരണം ഇത് ഓതുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടി മെസ്സേജ് ഇങ്ങനെ വരും, അതിൻ്റെ ഇടയിൽ കൂടി വിളി വരും,
അതിൽ ഒരുപാട് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴൊക്കെ മൈൻഡ് ഇങ്ങനെ പോകും. നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം ഇത് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിസ്കരിക്കുമ്പോൾ മുന്നിലേക്കാണ്. ഇത് മുമ്പ് വെച്ചാൽ നമുക്ക് നിസ്കരിക്കണത്. അപ്പോൾ ഒന്നിങ്ങനെ ഏറ്റെത്തും, ഒന്നിങ്ങനെ ചെറുക്ക് ചെയ്യും. അപ്പോഴേക്കും നമ്മളെ മൈൻഡ് ആരപ്പം വിളിച്ചത്, ആരപ്പം മെസ്സേജ് അയച്ചത്, എന്താ ഇപ്പം വിഷയം. അപ്പോൾ സലാം വിട്ട് അപ്പം എടുക്കേണ്ടി വരും. തക്ബീർ സലാം കിട്ടോളം നമ്മൾ കഴിക്കുന്നതാണ്. അവസാനം തക്ബീർ സലാം കിട്ടുമ്പോൾ വെച്ച് സലാം വീട്ടിൽ പിന്നെ എടുത്തു. കാരണം നമ്മളപ്പോഴും കണക്ഷൻ ദിബക്കാണ്. പൂർണ്ണമായും ഇതൊക്കെ ഒഴിവാക്കി റബ്ബിലേക്ക് തിരിയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഫോൺ തൽക്കാലം വണ്ടിയിൽ വെക്കുക, അല്ലെങ്കിൽ പരി വെച്ച് പോവുക. കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നിസ്കാരം ശേഷം നിക്കറൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ നിസ്കരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഒരു 10-15 മിനിറ്റിന് വേണ്ടിയുള്ളൂ. ആ ഒരു 15 മിനിറ്റ് ഫോൺ എടുത്തില്ല അയച്ചാൽ ഇവിടെ ലോകം അവസാനിക്കുന്നില്ല. ഇനി ഭാര്യ മരിച്ചു, അപ്പം എന്താ പ്രശ്നം? നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അറിഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മടങ്ങിയൊന്നുമില്ലല്ലോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അറിഞ്ഞു, നമ്മളെ വിളിച്ചു കിട്ടിയില്ല, ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇത് വെച്ചാൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ല. ഖുർആൻ ഓതലും മൊബൈലിൽ അതിന് ഇടയ്ക്കും വരും തോന്നിയ ദിവസങ്ങളുടെ പരസ്യം വരും. ഹുസൈൻ ഷരീഫിൻ്റെ വലുതായിട്ട് അങ്ങനെ ഇടയ്ക്കും കണ്ട് പരസ്യം കയറി വരും. അപ്പോൾ ഒന്നിനും തൊട്ട് നോക്കും, പിന്നെ അതിന് പോവുകയും അങ്ങോട്ട് പോകും. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ എവിടെ നിന്നപ്പോൾ പോകുന്നത്, ഖുർആൻ ഓതിയുന്നില്ലേ, ഇപ്പോൾ എവിടെ എത്തി, ഇപ്പോൾ മറ്റേ എന്താ കോയെ മറ്റൊക്കെ ആയിട്ടുള്ള അപ്പോൾ തന്നെ. അപ്പം അങ്ങനെ പോകേണ്ട കാര്യമില്ല. അപ്പം ഖുർആൻ ഓതേണ്ടത് മുസാഫിലാണ്. അത് മറച്ച് വെച്ച് കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കി. മുസാഫിൽ നോക്കിയാൽ തന്നെ കൂലിയാണ്. മുസാഫിലേക്ക് നോക്കിയ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മറിച്ച് കയ്യിൽ വെച്ചിട്ട് അത് നോക്കി ഓതുക. ആ സമയത്ത് ഫോൺ ഓഫാക്കിയിട്ടോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കിയിട്ടോ ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടോ കുറച്ച് അപ്പുറത്തോടെ മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എത്ര തീരുമാനിക്കുക. ഈ സമയം ഖുർആൻ ഓതുകയാണ്, ആ സമയം ഫോൺ എടുക്കൂല. അത് നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നടക്കൂല. ഫോൺ ഓഫാക്കുന്ന ചില സമയം ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഫോൺ ഓഫാക്കേണ്ടി വരും, അല്ലാതെ നമ്മൾ സംഗതി ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ സൈലൻ്റ് ആക്കി വെക്കേണ്ടി വരും. ചിലപ്പോൾ ഫോൺ മാറ്റി അവിടെ നോട്ടെ, സൈലൻ്റ് ആയിക്കോട്ടെ, അതിനെ വിളിച്ചാൽ നമുക്ക് അറിയാലോ. കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം തിരിച്ച് വിളിക്കാം. മിസ് കോൾ കണ്ടു, അത്യാവശ്യം കുറച്ച് നമ്പർ കണ്ട് നമുക്ക് തിരിച്ച് വിളിക്കാം. ആയിക്കോട്ടെ, ഞാൻ എൻഗേജ് ആയിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല, രണ്ടാമത് തിരിച്ച് വിളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആരെപ്പോൾ വിളിച്ചാലും എടുത്തോളണം എന്നുള്ള അങ്ങനത്തെ നിയമം നമുക്കില്ല. അങ്ങനെയൊന്നും നമ്മളോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ നിർബന്ധമായി നമ്മൾ എഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഫോണ് നിർബന്ധമായും നമ്മളിൽ നിന്ന് മാറി നിൽക്കണ ഒരു സമയമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. റമദാനിൽ പ്രത്യേകിച്ചും അല്ലാത്ത ശീലിക്കാൻ പറ്റും നമുക്ക്. ഇനി വീട്ടിലാരും അങ്ങനെ തന്നെ പരീക്കെന്നാലും നമ്മളിങ്ങനെ പരീക്ക് എന്നിട്ട് പുള്ളിമയിലാണെങ്കിൽ പരിക്കൊക്കെ നമ്മൾ കിട്ടുന്നല്ലോ. അപ്പോൾ അവിടെയും വീണ്ടും ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾ ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് എടുക്കേണ്ടതായിരിക്കും, പിടിക്കേണ്ടതായിരിക്കും, ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റിയേക്കാം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നിർബന്ധമായും പാലിക്കണം. എന്നുള്ള പ്രശ്നം എല്ലാ കിതാബത്തിൽ കിട്ടും, എല്ലാ ഹദീസുത്തിൽ കിട്ടും. അതിൽ ഒരു ഖൈറാണെങ്കിലും വേറെ കുറേ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് വായിക്കലും പഠിക്കലും ഒക്കെ നമ്മൾ ബേസിക് കിതാബിൽ തന്നെ ആവണം. ഖുർആൻ ഓതാൻ മുസാഫിൽ തന്നെ ആവണം. ഹദീസ് പഠിക്കാൻ ഹദീസ് കിതാബിനെ എടുക്കണം. മൊബൈലിൽ നിന്ന് വായിച്ചാലൊന്നും അവർക്ക് എത്തൂല. സെർച്ച് ചെയ്യാൻ പക്ഷെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പേജ് നമ്പർ കിട്ടണം, ആയത്ത് നമ്പർ കിട്ടണം, ഹദീസ് നമ്പർ കിട്ടണം, അത് വേഗം കിട്ടും. ഇതിന് അത് വായിക്കേണ്ടത് അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെയാവണം. അതാണ് ശരിക്കും ഒരു രക്ഷാമാർഗം. അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് ലിമിറ്റ് വേണം. നമ്മൾ തീരെ വേണ്ട പറയാൻ പറ്റുന്നില്ല, നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ലിമിറ്റ്, ആവശ്യമില്ലാത്തതിന് നമ്മൾ ഏതായാലും സമയം ചിലവാക്കാൻ പറ്റുന്നല്ലോ, അത് സംശയമൊന്നുമില്ല. അനാവശ്യമായത് പറയേണ്ട ആവശ്യമില്ല. ഹറാമ് കാണാൻ ഹറാമ് കേൾക്കാനും ഇപ്പോൾ ഏതായാലും നമ്മളാരും അതിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിശാച് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന 5-6 വഴികളുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹത്തിൻ്റെ ഇഗാസുൽ ലഹ്ഫാൻ കിതാബിൽ പഠിപ്പിച്ച് കാണാൻ പറ്റും. പ്രധാനമായും പിശാച് കൊണ്ട് ഒന്ന് ശിർക്കിലേക്ക് കുഫറിലേക്ക് കൊണ്ടുപോവുക. അതിക്കൊരാളെ കിട്ടിയാൽ പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കുഫറിലെത്തി, ശിർക്കിലെത്തി, പിന്നെ ഓനെ വിട്ടു. ഇനിയിപ്പോൾ ഓനെ പെടുത്തേ പിന്നെ അതിനെ കൊണ്ട് ആവശ്യം, ഇനി ഓനെ അവിടുന്ന് പോകാതെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബാക്കി പിന്നെ അവൻ്റെ എല്ലാം പൊളിഞ്ഞല്ലോ. അവിടെ നിസ്കാരം, നോമ്പ്, സക്കാത്തും ഹജ്ജും ഒക്കെ പൊളിഞ്ഞു ഓൻ ശിർക്ക് ചെയ്താൽ. അപ്പോൾ അതൊക്കെ കിട്ടുന്ന ആദ്യം നോക്കുക. അതിലേക്ക് ഓനെ കിട്ടൂല എങ്കിൽ പിന്നെയുള്ള പണി എന്താണ്? 2-3 രൂപത്തിലാണ്. ഒന്നുകിൽ അവൻ്റെ ഹറാമിനെ കൊണ്ടുപോകാൻ പറ്റും നോക്കും. ഹറാമിനെ കൊണ്ടുപോകാൻ പറ്റുക തോന്നിയ ദിവസം കാണുക, തോന്നിയ ദിവസം കേൾക്കുക, അങ്ങനെ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പലിശയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, അങ്ങനത്തെ തോന്നിവാസത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റും നോക്കുക. അതും പിശാചിന് വലിയ ഇഷ്ടമുള്ള ഭാഗമാണ്. അതിനിപ്പോൾ ഇന്നത്തെ ഏറ്റവും നല്ല വഴിയാണ് മൊബൈൽ ഫോണുകൾ. ഒറ്റക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും അനാവശ്യമായ പല ലിങ്കും എടുക്കും, അതിൽ കയറും, പല പരസ്യങ്ങളും വരും. അതൊന്നാൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും, അതിലങ്ങനെ കയറി പോകും. അതിനേക്കാളും വഷളായത് വളർന്ന് വരും, അതങ്ങനെ പൊയ്ക്കോളും.
അത് ശൈത്താൻ വലിയ ഇഷ്ടമാണ്, ആ വഴി കൊണ്ടുപോകാൻ പറ്റുമോ? അതിലും ഓനെ കിട്ടൂല എങ്കിൽ പിന്നെ ചെയ്യൽ അവനെ ഹലാലിൽ ഓനെ കൂടുതൽ വ്യാപൃതമാക്കാൻ പറ്റുമോ? ഹലാലാണ്, കുറ്റമൊന്നുമില്ല, അതിന്മേൽ കുറേ സമയം കെട്ടിത്തിരിക്കുക. അപ്പോഴുള്ള മെച്ചെന്താണ്? നന്മയ്ക്ക് പോകില്ല, നന്മയിലേക്കും പോകില്ല, ഇവിടെ ഇങ്ങനെ എൻഗേജ് ആയിക്കോളും. ഇത് അപ്പോൾ ഓന് സമ്മതം എന്താണ്? ഞാൻ ഇപ്പോൾ ആറാമതൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ ആറാമതൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ പിന്നെ ഹലാലായതല്ലേ കാണുള്ളൂ, വാർത്ത കേൾക്കല്ലേ, ന്യൂസല്ലേ, ഹലാലായിരിക്കും. പക്ഷെ അതിമ അധിക സമയം അവനെ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ ഹൈറിന് ഉപയോഗിക്കേണ്ട സമയം അവിടെ മിസ്സാകും. അതിലും ഓനെ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ശൈത്താൻ ചെയ്യൽ ഒരു നന്മയിലേക്ക് ഓവറാക്കാൻ നോക്കലാണ്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുക, ഈ നന്മയിലേക്ക് പ്രേരിപ്പിക്കൽ തന്നെ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, കൂടുതൽ ശ്രേഷ്ഠമായതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞതിൽ ഓനെ എൻഗേജ് ആക്കും. നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അതിലും നല്ലത് അപ്പുറത്തുണ്ട്, അപ്പോൾ അതിക്കും പോകണ്ട എന്നൊക്കെ ഇവിടെ തിരിച്ചിടുക. ഇപ്പം ഇൽമ പഠിക്കുകയാണ്, അപ്പോൾ തോന്നുന്നത് എന്താ ക്ലാസ്സിൽ പോയി ഞങ്ങൾ നിലപ്പെടുന്ന ഒരു നാളെക്കടുത്ത് സ്കെച്ചാൽ വലിയ കാര്യമല്ലേ, ഇവിടെ ഉത്തരക്ക് സ്കെച്ചാ ചിലപ്പോൾ സ്കെച്ചാലും കൂലി ഇൽമ പഠിക്കുന്നുണ്ടാവും. അപ്പം ഇതിനെ ബലാക്കാൻ വേണ്ടി അവൻ അവിടെ പിടിച്ചിട്ടത്, ഒന്ന് സ്കേപ്പിക്കാനുള്ള ബുദ്ധി കൊണ്ടല്ല, ഇതിലേക്ക് വരേണ്ടത്. അപ്പം ഇത് പകരം വെറുതെ കമന നിൽക്കൂല, എന്നാൽ പിന്നെ നിസ്കരിച്ചോന്നറിയാം. അത് പിശാചൻ സഹിക്കൂല, എന്നാലും വേണ്ടില്ല, അതിലും വള്ളിക്ക് പോകണില്ലല്ലോ, അതിന് മുടക്കി ഓനെ കൂലി കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓനെ ഓവറാക്കിയിട്ടൂടാ, ആവേശം കൂട്ടിക്കൊടുക്കാം. അപ്പം പിന്നെ ഉള്ള വിഭാഗത്തൊന്നും മതിയാവില്ല. അപ്പം ഈ ഭാഗത്തിന് ആവേശം കൂടിയിട്ട് ഉള്ളത് മതിയാകാതാകുമ്പോൾ പിന്നെ അതിന് പുറമെ പുതിയ ഉണ്ടാക്കാൻ നോക്കും. അപ്പം പുതിയത് കിട്ടുമ്പോൾ അയിമ ആവേശം കൂടും, അപ്പം ഈ ഇരുവെല്ലാം വിടും, പിന്നെ അയിമക്കാണ് പോകും. അതാണ് ബിദ്അത്തുകൾ. പിന്നെ അവസാനം പോകാൻ ആ ബിദ്അത്തിന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ബിദ്അത്തിന് ഭയങ്കര ആവേശത്തിൽ പോയി അത് ഭയങ്കരമായി കീപ്പ് ചെയ്ത് ഒരിക്കലും മുടങ്ങാതെ നോക്കി അത് മാക്സിമം ഉഷാറാക്കി ചെയ്യാനുള്ള പണി കൊടുക്കും. അപ്പോൾ വേറെ കുറേ നന്മകൾ ഇപ്പോഴത്തോനെ മുടക്കാൻ കഴിയും. അതാണ് റബീൽ അവൽ നേരം വെളുക്കോളം ഇത് ഒട്ടിച്ചാൻ പോയിക്കാണ് സുബീസ് കേജാൽ കിടന്നു കളി. അപ്പോൾ വലിയ കിട്ടലാണ്. ഇതൊക്കെ ശൈത്താൻ്റെ വഴികളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്, സ്ഥിരപ്പെട്ടാണല്ലോ അള്ളാഹു അലം. അദ്ദേഹം സുബൈക്ക് ലേശം നേരം വൈകിയാണ്. സുബൈക്ക് സാധാരണ എണീക്കളേക്കാൾ അല്പം വൈകി. അപ്പം കണ്ടൊരു ആരോ ഒരു വിളിക്കണം വെച്ച് കേട്ടു, എണീക്ക് സുബീസ് കേൾക്കണ്ടേ. നെട്ടി വന്ന് നോക്കുമ്പോൾ കഥാവാനിക്കണേ ഏതും വേം എണീറ്റ്. അപ്പോൾ ആരാ വിളിച്ചു കൊടുത്തില്ല, ആരാ ഈ വിളിച്ചു നോക്കുമ്പോൾ ആളൊന്നും കാണുന്നില്ല. അപ്പോൾ ആരപ്പം എന്നെ വിളിച്ചു, അത് ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ നിസ്കരിച്ചോളിയാണ്. അതെന്നാലും വലിയൊരു ഉപകാരമാണ് ചെയ്തത്. നിസ്കാരം കഥാകുമ്പോഴത്തേനും വിളിച്ചോണ്ടല്ലോ. അപ്പോൾ ആരാ വെച്ചപ്പോൾ ഞാൻ ഇബ്ലീസാണ് പറഞ്ഞതാണ്. ഇബ്ലീസ് സുബൈക്ക് വിളിക്കുക, അതുണ്ടാവില്ലല്ലോ. അതെങ്ങനെ, അതെന്താ പരിപാടി വെച്ചാൽ ഒന്നല്ല, നിങ്ങൾക്ക് സുബൈ കഥായാൽ പിന്നെ 8 ദിവസം ഒന്നാകെ ഞങ്ങൾ ഒഴിച്ചുകൊണ്ട് ഇവിടെ അസ്തഗ്ഫിർ തന്നിരിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ സുബൈസ് കേൾക്കുകയാണ്. സുബൈകന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി കുറച്ച് ദിവസത്തിന് നേരെയും പൊളിക്കാരം. അപ്പോൾ അതിനേക്കാളും എനിക്ക് നല്ലത് നിങ്ങൾ നിസ്കരിക്കുകയാണ്. ഇതാണ് ഓൻ്റെ രീതിയിലാണ്. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ സ്വാഭാവികം നമ്മളിപ്പോൾ അതിൽ നമ്മളതൊക്കെ വെച്ച് ഒന്നും റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ അത് അങ്ങേപ്പുറത്ത് വേറൊരു ഉദാഹരണം നമ്മൾ ഓൻ വെക്കും. ഇതെങ്ങനെ പഴിപ്പിക്കാൻ പറ്റും? ഓൻ്റെ ആൾക്കാരെ വിളിച്ചുവിട്ടിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് 50 അംഗ സംഘം ഉംറയ്ക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടാൽ ഒരു 50 അംഗ സംഘത്തെ ശൈത്താൻ ഓലപ്പം പറഞ്ഞയക്കുന്നതാണ്. ഒരു 50 ആൾ പോകുമ്പോൾ ഓലപ്പം 50 വേറെ. എന്തിനാണ്? ഇവരെ എങ്ങനെയൊക്കെ തുമ്പ് ചെയ്താക്കാൻ പറ്റും നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ റമദാൻ വെച്ച് എല്ലാവരും റമദാനൊക്കെ വരുമ്പോൾ ഉഷാറാക്കണം എന്ന് വിചാരിച്ച് ക്ലാസ്സൊക്കെ വെച്ച് നോട്ടീസൊക്കെ അടിച്ച് എല്ലാവരും കൂടി വന്ന് ഉഷാറാക്കുമ്പോഴത്തേന് ഓരോ അടുപ്പുറത്ത് വേറെ ആൾ വിളിച്ചു വിട്ടിട്ട് ഒരു ക്ലാസ് കൊടുക്കും. ഡബലൊക്കെ ഇങ്ങനെ ഒരുങ്ങി കണ്ടിട്ടോ ഇത് സമ്മതിക്കാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തിട്ട് പോലെ വിടും. അത് ശൈത്താൻ്റെ പണിയാണ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പിശാചിൻ്റെ വ്യത്യസ്തമായ വഴികൾ. അപ്പോൾ ശൈത്താൻ എന്നും ഓരോ മൊത്തം ആൾക്കാരെ മീറ്റിംഗ് വിളിക്കുന്നതാണ്. എന്നിട്ട് ട്രെയിനിങ് കൊടുക്കും, എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ഡ്യൂട്ടി കൊടുത്തിട്ട് വിടുന്നതാണ്. ഓരോരുത്തർക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കും. നിസ്കരിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാർ, അതേപോലെ സ്വതക്കൻ ആൾക്കാരെ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാർ, ഇങ്ങനെ ഡ്യൂട്ടി കൊടുത്ത് വിടും. എന്നിട്ട് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിച്ചിട്ട് റിപ്പോർട്ട് എടുക്കുന്നതാണ്, എന്തൊക്കെ ചെയ്തു. അപ്പോൾ ഒരുത്തം പറയും ഞാനിങ്ങനെ എടുത്ത് സ്വതക്ക ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പിന്നാലെ കൂടി ഓരോ ആദ്യം വിചാരിച്ച സംഖ്യ വലിയ സംഖ്യയായിരുന്നു, പിന്നെ കുറപ്പിച്ച് ഓനെ ഞാൻ ചെറിയ എമൗണ്ട് ആക്കി നിർത്തി. അപ്പോൾ ശൈത്താൻ പറയും ഇന്നലെ പോകാൻ സ്വതക്ക ചെയ്തല്ലേ, അപ്പോൾ അന്നേ പണിക്ക് പറ്റില്ല, ഓടെ സ്വതക്ക മൊത്തം മുടക്കാൻ പറ്റിയില്ലല്ലോ, അവിടെ നാളെ ഇങ്ങോട്ട് പോകണ്ട, നാളെ മറ്റേ കഴിക്കും, ഇങ്ങോട്ട് പോകാൻ പോയിക്കോട്ടെ.
അങ്ങനെ മുടക്കുന്നതാണ്. അവിടെ ഇമാം ഖുർത്തുബി ഒരു കഥ പോലും പറയുന്നുണ്ട്. ഒരു പണ്ഡിതൻ പിശാചിൻ്റെ ഇത്തരം സംഗതികൾ പറഞ്ഞെടുത്തപ്പോൾ ഒരാൾ തീരുമാനിച്ചെന്നാ വേണ്ടില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഒരാൾ സ്വതക്ക ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ 70 പിശാചുക്കൾ അവൻ്റെ പിന്നാലെ കൂടും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് അശ്ശൈത്തു യഇദുകുമുൽ ഫഖറ. സ്വതക്കയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ശൈത്താൻ നിങ്ങൾക്ക് ഫഖർ ഓഫർ ചെയ്യും. സ്വതക്ക ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ദാരിദ്ര്യം ഓഫർ ചെയ്യുക. നമ്മൾ സ്വതക്ക ഒരു സംഭവം വന്നു, ഇപ്പോൾ ജാമിഅ ഹിന്ദിന് പിരിവെങ്ങനെ പറഞ്ഞ് ഭയങ്കര ഉസാറാക്കി പറഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ ഈ വർഷം നന്ന് വലിയൊരു സംഖ്യ കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പം മനസ്സിലേക്ക് വരും, അല്ല അപ്പോൾ അത്ര കൊടുത്താൽ പ്രശ്നമല്ലേ, നമ്മുടെ പള്ളിൻ്റെ പിരിവ് വരാണ്ട്, മറ്റേ പിരിവ് വരാണ്ട്, വേറെ കഴിഞ്ഞപ്പോൾ അടുത്ത മാസം മോൻ്റെ ഫീസ് അടക്കാനുണ്ട്, പിന്നെ മറ്റേ ബില്ലടക്കാനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നാം റേഷൻ കുറക്കാം. അതിനങ്ങനെ കുറച്ച് വന്നിട്ട് അവസാനം പെങ്ങ് തപ്പിയിട്ട് ഇപ്പം ചിന്തലൊന്നുമില്ല, ഇപ്പം എന്താ കാട്ടുക അവിടേക്ക് എത്തുമ്പോഴേ. അപ്പം 70 ശൈത്താന്മാർ ഓൻ്റെ പിന്നാലെ കൂടുന്നതാണ്. ഇത് കേട്ട ഒരാൾ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആ 70 ആളും തോൽപ്പിച്ച് ഞാൻ ഈ പ്രാവശ്യം ഒരു 50 സ്വതക്ക ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വലിയൊരു സംഖ്യ മൂപ്പൻ്റെ നെയ്യത്തിന് മനസ്സിലായി. അപ്പോൾ മൂപ്പർക്ക് തോന്നി, അത്ര വേണോ തോന്നി. ഇപ്പോൾ മൂപ്പര് ഇത് ഓൻ്റെ പണിയാണ്, ഞാൻ അത്ര തന്നെ കൊടുക്കും, ഇത് ഓൻ്റെ പണിയാണ്. അപ്പം ഇതേപോലെ ഓരോന്ന് മനസ്സിലേക്ക് വന്നു, അതൊക്കെ വന്നോട്ടെ, എന്തായാലും ഇവിടെ ഞാനത് കൊടുത്തിരിക്കും. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ പെരയിൽ പോയി ആ പൈസയൊക്കെ എടുത്ത് എണ്ണ റെഡിയാക്കി എടുത്തിറങ്ങി ഭാര്യ വെച്ച് എന്താ പരിപാടി കൊടുക്കുക വെച്ച് സ്വതക്ക ചെയ്യാൻ പോവാണ്. എത്ര വെച്ചത് പീരാന്തങ്ങൾക്ക് വെച്ചാൽ ഇവിടെ അറിഞ്ഞേ. അത് ശരി, സ്വതക്ക ഇതൊക്കെ ഇവിടെ സ്വതക്ക ചെയ്തിട്ട് എന്താ ഇവിടെ തിന്നൊന്നും വേണ്ടേ, അവിടെ വെച്ച് പോയിക്കോളി അറിഞ്ഞേ. ഇവിടെ വെച്ച് പോകുന്നതാണ്. ബന്ധ പുസ്തകം ചോദിച്ചു, എന്തായി ചോദിച്ചു. 70 ശൈത്താന്മാർ തോൽപ്പിച്ചു, പക്ഷേ മനുഷ്യപ്പിശാചിനെ തോൽപ്പിക്കാൻ പറ്റിയതാണ്. അപ്പം ആ കോലത്തില ഉണ്ടാകാം. നമ്മൾ ചിലപ്പോൾ പിരിവിനായി കാണാം, ആദ്യം മുമ്പ് വലിയ സംഖ്യക്കുണ്ട് തരും തോന്നും നമുക്ക്, പിന്നെ ഔത്ത് കാണ്ട് പോവും, ഔത്ത് കഴിക്കാണ്ട് പിന്നീട് വരുമ്പോൾ കാണാം അത് മതി നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് ടൈറ്റാണ് വിചാരിച്ച പോലെ അല്ല, തൽക്കാലം എന്തേ എഴുതിക്കോളി, പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും നോക്കാറി, പിന്നെ ഉണ്ടാവില്ല. അതാ ഇത് സംഭവിക്കുന്നത്. അതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം പിശാച് ഇങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ അതിനിങ്ങനെ അവിടെ പിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ നോക്കും. അപ്പോൾ അവിടെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറികടക്കാം. നമ്മൾ സ്വർഗത്തേക്ക് പോകുമല്ലോ, നമ്മൾ നരകത്ത് കൊണ്ടുപോകാനായിട്ട് ഇറാൻ കെട്ടിക്കണം ഓനാണ്. അപ്പോൾ ഓനെ സംബന്ധിച്ച് സഹിക്കൂല നമ്മൾ സ്വർഗത്ത് പോകാൻ വേണ്ടി ഒരുങ്ങണത്. അവിടെ എന്ത് വന്നാലും എനിക്കെൻ്റെ സ്വർഗം പ്രധാനമാണ്, നരകം സഹിക്കാൻ പറ്റൂല. ഇത് മനസ്സിലാണ്ട് ഉറപ്പിച്ചിട്ട് അതിനു വേണ്ടി പണിയെടുക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയും മക്കളും എല്ലാവരും റെഡിയാവും. അത് വാപ്പാട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വാപ്പ അള്ളി റസൂലും പറഞ്ഞാൽ അപ്പുറത്തേക്ക് വാപ്പ നിൽക്കൂല എന്ന് ഓടിക്കാൻ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു മാറും. അല്ലെങ്കിൽ വെച്ചാൽ അവരിലൂടെ വരും പിശാച്ച്, എന്നിട്ടിങ്ങനെ ഓല വഴിക്കാൻ പറയാം. അതിന് പിന്നെ ഇവരെ പഴം തിരിച്ചത് എങ്ങനെയാണ്, ഭാര്യ വഴിക്കല്ലേ. അപ്പോൾ അതാണ് പിശാച്ചിൻ്റെ കുതന്ത്രങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇബാദാത്തുകളുടെ വിഷയത്തിൽ ഒരു നല്ലൊരു പ്ലാൻ നമുക്ക് വേണം. പ്രത്യേകിച്ച് ഖുർആൻ പാരായണം. നോമ്പ് ഏതായാലും നോൽക്കും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആ നോമ്പ് തന്നെ ബാത്തിലാക്കാനുള്ള പണി കൊടുക്കും. കളവ് പറയുക, നമീമത്ത് പറയുക, ഗീബത്ത് പറയുക, അനാവശ്യങ്ങൾ ഇടപെടുക, ഇങ്ങനെയൊക്കെ ആയിട്ട് ആ നോമ്പിൻ്റെ പ്രതിഫലം കുറക്കാനുള്ള പണി അവരെടുക്കും. പിശാചിന് ഭയങ്കര വെറുപ്പുള്ള വിഭാഗത്താണ് നോമ്പ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗത്തുമാണ് നോമ്പ്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. ആ പ്രയോഗം മതിയാണ് നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. എല്ലാ വിഭാഗത്തും അള്ളാഹ്ക്കന്നെ, പക്ഷെ അള്ളാഹ് പറയാണ് നോമ്പ് എനിക്കുള്ളതാണ്. കാരണം എന്താണ്, നോമ്പ് ആളെ കാണിക്കാൻ വേണ്ടി നോൽക്കേണ്ടതില്ലാത്ത വിഭാഗത്താണ്. പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നത് വരെ ചിലപ്പോൾ ആളെ കാണിക്കാൻ വേണ്ടി ആകും. മോക്ക് കല്യാണം അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിക്കൊന്ന് ചോദിക്കും ഇയാളെങ്ങനെ ഉണ്ട്. അപ്പോൾ കുറച്ച് പള്ളികൾ പോവുക, എന്നാലേ മറ്റേ അയാളിവിടെ പള്ളിക്കൊന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും. അതിനു വേണ്ടി വരെ വന്നേക്കാം, സ്വതക്ക വരെ പേരിനും പെരുമക്കും വേണ്ടി കൊടുത്തേക്കാം, ഹജ്ജ് പേരിന് വേണ്ടി പോയേക്കാം. എന്നാൽ നോമ്പ് അങ്ങനെ ആർക്കും വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് നോറ്റ പോലെ കാട്ടിയാൽ പോലെ. പിന്നെ അത്താഴം വെച്ചിട്ട് പോന്നു, പിന്നെ നോമ്പെടുക്കാനും പരിയുണ്ട്, അതിന് എടുക്കുമെന്ന് തിന്നോ ഇല്ലെന്ന് ആർക്കും അറിയോ? ഇല്ല. നോമ്പുകാരെ അഭിനയിക്കാൻ പറ്റും. എന്നിട്ടും ഓൻ നോൽക്കുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ആരും അറിയാതെ ഓന് ഭക്ഷണം കഴിക്കാൻ പറ്റും, ആൾക്കാരുടെ മുമ്പിലോ നോമ്പുകാരനായിട്ട് അഭിനയിക്കാനും കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും റബ്ബിന് വേണ്ടി തന്നെയായിരിക്കും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കുക. എല്ലാത്തിനും അള്ളാഹിന് കൊടുക്കുക. പക്ഷേ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം
അത് അള്ളാഹ്ക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഒറ്റ ദിവസം നോമ്പ് നോറ്റാൽ 70 ഖരീഫ് 70 കാദം അവനെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ അനിന്നാർ. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 കാദങ്ങൾ നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ അകറ്റും. അപ്പം 30 ഫർള് നോറ്റാലോ എത്ര കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അത് ശൈത്താൻ ഒരിക്കലും സഹിക്കൂല. അതുകൊണ്ട് ഒന്നുകിൽ നോലിക്കാതെ വെക്കാൻ പണിയെടുത്തൊരു കാര്യമില്ല. അപ്പം പിന്നെ അതിൻ്റെ കൂലി കുറക്കാനുള്ള വഴി എന്താണ്? അത് ശൈത്താൻ എന്തായാലും നോക്കും. അപ്പം എങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളെ നിയ്യത്ത് മസാലാക്കുക, അതേപോലെ നമ്മൾ അതിൻ്റെ ആദാബുകൾ ഇല്ലാതാക്കുക, അതിൻ്റെ പരിപൂർണത ഇല്ലാതാക്കുക, അതൊക്കെ പോകാൻ ശ്രമിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിപ്പോൾ നിസ്കാരം ഫർളും സുന്നത്തും ഏതായിരുന്നാലും നമ്മൾ റമദാനിൽ നമുക്ക് ഫർള് ഏതായാലും വരും, സുന്നത്ത് കൂടി ശീലിക്കാൻ പറ്റിയ സമയമാണ് റമദാൻ. റവാത്തിബുകൾ അല്ലാത്ത സുന്നത്തുകൾ ഒക്കെ ദുഹാ നിസ്കാരം ഇതൊക്കെ ഒന്ന് ശീലിച്ചെടുക്കാൻ പറ്റും. വുളു എപ്പോഴും ഉണ്ടായി നടക്കാൻ ശ്രമിക്കുന്ന നല്ല ശീലമാണ്. സദാസമയം വുളു ഉണ്ടാവുക എന്നുള്ളത് പിശാച് നമ്മിൽ അകലാൻ ഏറ്റവും നല്ല വഴിയാണ്. വുളു ഉണ്ടെങ്കിൽ ശൈത്താൻ എടുക്കാൻ പറ്റില്ല. വുളുവിന് ബറക്കത്തുണ്ട്, ബിസ്മിക്കിന് ബറക്കത്തുണ്ട്, ബാങ്കിന് ബറക്കത്തുണ്ട്. വുളു ഉണ്ടെങ്കിൽ അതൊരു പ്രൊട്ടക്ഷനാണ്. ശൈത്താൻ അടുക്കാതെക്കാനുള്ള സുരക്ഷയാണ് വുളു ഉണ്ടാവുക. അപ്പോൾ വുളു മുറിഞ്ഞാൽ വുളു ചെയ്യാം. അത് റമദാനിൽ പ്രത്യേകിച്ച് നമുക്ക് പറ്റും. ഏതായാലും നമ്മൾ കുറച്ച് പള്ളിയും കാര്യത്തെ കുറച്ചുകൂടി ബന്ധപ്പെടുമല്ലോ. അപ്പോൾ എപ്പോഴും വുളു നടക്കാൻ ശീലിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതേപോലെ റമദാനിൽ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് ദാനധർമ്മമാണ്, സ്വതക്ക. നബി തങ്ങൾ ഏറ്റവും അധികം സ്വതക്ക ചെയ്തത് റമദാനിലാണ്. മദീനത്തെ ഏറ്റവും വലിയ ധർമ്മിട്ടൻ നബി തങ്ങളാണ്. കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിട്ടൻ നബിയായിരുന്നു. ഏറ്റവും വലിയ സംഖ്യ കൊടുക്കുന്ന ആൾ നബി ആയിക്കൊള്ളുന്നില്ല. കാരണം നബിക്ക് അത്ര വലിയ പൈസക്കാരനാണോ നബി? മദീനത്തെ ഏറ്റവും വലിയ പൈസക്കാരനാരോ വെച്ചാൽ നബിൻ്റെ പേര് ആരെയും പറയോ? ഇല്ല. മദീനത്തെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ലിസ്റ്റ് എടുത്താലോ അതിൽ നബി ഉണ്ടാവും. കാരണം 2 മാസം തീ കത്താത്ത വീടാണ് നബിൻ്റെ വീട്. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിൽ 2 മാസം തീ കത്തിയിട്ടില്ല, പച്ചവെള്ളവും കാരക്കും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. മരിക്കുമ്പോൾ പോലും പടയെങ്കിൽ അപ്പുറത്തെ ജൂതൻ്റെ വീട്ടിൽ പണയം വെച്ചതാണ്. പണയം വെച്ച് പൈസ വാങ്ങിയതല്ല. അവിടുന്ന് ഗോതമ്പിൻ്റെ പൊടി തൽക്കാലം കടം വാങ്ങിയത്. ഇവിടെ പട്ടിണിയായിട്ട് നബിക്ക് സ്വഹാബികൾ ആരും പറഞ്ഞാൽ മതി, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് തരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. പക്ഷെ ഒരാളും നബി അറിയിച്ചിട്ടില്ല. സ്വതക്ക സ്വീകരിക്കൂല, ഹദിയ സ്വീകരിക്കും. പക്ഷെ ജൂതനാണ് അയൽവാസി, അവിടെ പോയി കാണുന്ന തൽക്കാലം കടം വാങ്ങിയതാണ്. ഒരു സെക്യൂരിറ്റി ആയിട്ട് പണയം കൊടുത്തു. അതാണ് ഇസ്ലാമിനെ പണയം. നമ്മുടെ അടുത്ത പൈസ വാങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റി അവിടെ കൊടുക്കുക. ഞാൻ ആ പൈസ തിരിച്ചു തരുമ്പോൾ ഇത് തിരിച്ചെന്നാൽ മതി. അഥവാ എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഇത് വിറ്റിട്ട് എൻ്റെ പൈസ എടുത്തോ. ഓൻ്റെ ഹക്ക് നഷ്ടപ്പെടാതെ വെക്കാനുള്ള ഒരു സുരക്ഷ, അതാണ് ഇസ്ലാമിലെ പണയം. അതുപോലെ വിൽക്കാം, വിറ്റിട്ട് ഓൻ്റെ പൈസ കൊണ്ട് എടുക്കാം, ബാക്കിയുണ്ടെങ്കിൽ തിരിച്ച് ഇയാക്കനെ കൊടുക്കും വേണം. അതാണ് ഇസ്ലാം നിശ്ചയിച്ച പണയം എന്നുള്ളത്. അപ്പോൾ ഓനും ധൈര്യമാണ്, എൻ്റെ പൈസ പോവില്ല. മറ്റുള്ള കടം കൊടുത്തുകാണ്ട് ഓൻ തന്നില്ലെങ്കിൽ എന്താ കാട്ടുക? അപ്പോൾ ഓൻ്റെ ഹക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി, അതാണ് ശരിക്കും പണയം. നബി തങ്ങൾ തൻ്റെ പടയെങ്കിൽ ഓൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ച് ഗോതമ്പിൻ്റെ പൊടി വേണം, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പടയെങ്കിൽ തന്നാൽ മതി. അങ്ങനെ 30 സോ 60 കിലോ ഗോതമ്പിൻ്റെ പൊടി വടയ്ക്കുന്നത് തൽക്കാലം കടം വാങ്ങി. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഈ പടയെങ്കിൽ ഓൻ്റെ കയ്യിലാണ്. ഈ ഗോതമ്പ് പൊടി തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്വഹീഹ് ബുഖാരിയിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഹദീസാണ്. നബി തങ്ങൾ വഫാത്താകുമ്പോൾ വദിർഉഹു മർഹൂനൻ ഇൻദ യഹൂദിയിൻ, നബിയുടെ പടയകി യഹൂദിയുടെ പക്കൽ പണയം വെച്ച അവസ്ഥയിലാണ് നബി തങ്ങൾ വഫാത്തായത് എന്ന് സ്വഹീഹ് ബുഖാരിയിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഹദീസാണ്. ആ നബിയെ പറ്റി പറയാണ് അവിടുത്തെ ഏറ്റവും വലിയ ധർമ്മിട്ടൻ നബിയായിരുന്നു. നബി തങ്ങൾ മദീന മിമ്പർ മുതൽ പ്രഖ്യാപിച്ചു, മൻ തറക ദൈനൻ ഔ ഇയാനൻ ഫഇലയ്യ ഔ അലയ്യ, ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ കടമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞോളി, ഞാൻ നോക്കിക്കോളാം. ആരെയും മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളാണ് ഓനുള്ളതെങ്കിൽ ഇങ്ങോട്ട് വിട്ടോളി, ഓരോ ചെലവ് ഞാൻ വഹിച്ചോളാം. ഒമൻ തറക മാലൻ ഫലി വറസതിഹി, ആരെങ്കിലും മരിക്കുമ്പോൾ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് ഓൻ്റെ അവകാശം കൊടുത്താൽ എനിക്ക് വേണ്ട. അതും ഇങ്ങോട്ട് തന്നെ പണം പറഞ്ഞാൽ ന്യായമാണല്ലോ. മറ്റേ പറഞ്ഞ ആൾക്ക് ഇതും പറഞ്ഞൂടെ? മരിക്കുമ്പോൾ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് അവകാശമാക്കുള്ളതാണ്. കടമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിട്ട് ഞാൻ ഏറ്റെടുക്കാം. ആർക്കെങ്കിലും വല്ല മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളാണ്, അധ്വാനിക്കാൻ പ്രായമുള്ള ആരുമില്ല, ചെറിയ കുട്ടികളെ വെച്ചിട്ടാവും മരിച്ചു പോണത്,
എങ്കിൽ ഇരയ്യ ഔ അലയ്യ, ഞാൻ ഏറ്റു, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞേച്ചോളി, ഞാൻ നോക്കിക്കോളാം ഓലെ കാര്യം. ഓലെ എല്ലാവരും ചെലവും വഹിക്കാൻ മാത്രം നബിയുടെ അടുത്ത് വരുമാനമുണ്ടോ? ഇല്ല. പിന്നെ എന്താ പറഞ്ഞ അർത്ഥം? ആളുകളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുക, ആ മനസ്സാണ് പ്രധാനം. അത് ആരോടും പറഞ്ഞിട്ടോ എങ്ങനെയൊക്കെ നബി ചെയ്തു കൊടുക്കും. ചിലപ്പം നബി ഇമ്പമെന്ന് പറയും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം, അപ്പോൾ സഹായിച്ചു കൊടുക്കും. പക്ഷെ ആ ഉത്തരവാദിത്വം വരിക, ഞാൻ ഇപ്പം എന്ത് കണ്ടായിരിക്കുക, എൻ്റെ അടുത്ത് എന്താ ഉള്ളത്, അതല്ല. ആളുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്ത് ചെയ്യാം, നിങ്ങൾ വിഷമിക്കണ്ട, ബേജാറാണ്ട്, സാരല്ല, എന്തേ വഴി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഓനെ സമാധാനം കൊടുത്തിട്ട് ആരെയും നാലാളോട് പറഞ്ഞാടാ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, നിങ്ങൾ വല്ലതും ചെയ്തു കൊടുക്കി എന്ന് പറഞ്ഞ് നാലാൾ സഹായിച്ചു, ഓനെ പ്രശ്നം തീർന്നു. അതിന് കാരണക്കാരനായത് നമ്മളല്ലേ. അത് നമുക്ക് പറ്റൂലേ. അതാണ് അജ്വദുന്നാസ്. ചിലപ്പോൾ ബൈത്തുൽ മാലുണ്ടാവും, സക്കാത്ത് ഫണ്ടുണ്ടാവും, അല്ലാത്ത ഫണ്ടുണ്ടാവും. അല്ലെങ്കിൽ ആരോടും പറയും, അല്ലെങ്കിൽ ഓനോട് പറയും ജിൻ്റെ സ്ഥലത്ത് പോയിക്കോ, അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒരാളെ അവിടെ പോയിക്കാണ്ട് ജോൺ എന്തെങ്കിലും തരാൻ പറയാം. അതും പറ്റൂല നമുക്ക്. ഒരാളത്ത് പറഞ്ഞടുത്ത് പോയിക്കോ, ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞോളാം ചെല്ല് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഓരോ പ്രശ്നം തീരും. അല്ലെങ്കിൽ മറ്റവരോട് പറഞ്ഞാൽ അങ്ങനെ ആളുണ്ടോ, ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ വല്ലതും ഉണ്ടോ, കൊടുക്കാൻ പറ്റുമോ, ആയിക്കോട്ടെ ഞാൻ കൊടുത്തോളാം, ഖലാസ്, അത് കഴിഞ്ഞു. ആ ഒരു മനസ്സ്, ആളുകളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കണമെന്ന മനസ്സ്, ആളുകളെ സഹായിക്കണമെന്ന മനസ്സ്. നബിതങ്ങൾ ആദ്യമായി വഹയി കിട്ടി പേടിച്ച് പനി പിടിച്ച് വിറച്ചു വന്നപ്പോൾ ഖദീജ ബീവി സമാധാനിപ്പിച്ച വാക്കുണ്ടല്ലോ, വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ, പടച്ച റബ്ബാണ് സത്യം, അല്ലാഹ് നിങ്ങളെ കൈയൊഴിയുകയില്ല. കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, നിങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, മറ്റുള്ള ആളുകളെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖി, ഹക്കിൻ്റെ എല്ലാ വശങ്ങളെയും നിങ്ങൾ സഹായിക്കുന്നവരാണ്. എന്തൊരു ഹക്കുണ്ടോ, ന്യായമായ എന്തുണ്ടോ അവിടേക്ക് നിങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹ് കൈയൊഴിയൂല. അതാണ് നബിയുടെ ഒരു ജീവിത രീതി. ആ നബിക്ക് കുറേ പൈസ ഉണ്ടായിട്ടും കുറേ സമ്പാദനം ഉണ്ടായിട്ടും തന്നെ. അപ്പം നബിക്ക് പറയും ഞാനിപ്പോൾ എങ്ങനെ സഹായിക്കുക, എൻ്റെ അവസ്ഥ തന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞൂടെ. നമ്മൾക്ക് എത്ര സുഖം ഉണ്ടായിട്ട് നമ്മളെന്താ പറയുക, എന്ത് സമയമാകും ഇപ്പം കഴിയൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രയാസം തന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏകദേശ ക്ലാസ് പഠിച്ചല്ലോ, ആ മൂന്നാളെ സംഭവം പറഞ്ഞ ഹദീസ്. ഒരു താഴ്വര നിറയെ ഒട്ടകക്കൂട്ടുണ്ടായ മനുഷ്യർക്ക് പിന്നെ മലക്കെന്നപ്പം എന്താ പറഞ്ഞത്, അൽ ഹുഖൂഖു കസീറ, ഒരുപാട് ബാധ്യതകൾ ബാക്കിയുണ്ട്, ഇപ്പം ചെയ്യാൻ പറ്റിയ സമയമല്ല എന്നാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുക. നമ്മളെ പ്രശ്നം തീർന്നിട്ട് മറ്റുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയൂല, നമ്മളെ പ്രശ്നം തീരൂല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് 10 ലക്ഷം റുപ്യ എന്ന് വിചാരിക്കാം, നമുക്ക് നമ്മളെല്ലാ പ്രശ്നവും തീരും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പോൾ എന്തൊക്കെ ചെയ്യുക, അപ്പം ഇങ്ങനെ ആലോചിക്കാം, മറ്റൊരു കൊടുക്കുന്നതിന് പറ്റും, അതിന് പറ്റും, അപ്പോൾ അത് വാങ്ങാം, ഇത് വാങ്ങാം, മറ്റേ വാങ്ങാം, ഒക്കെ പടം കണക്കൂട്ടി വെക്കുമ്പോൾ ഒരു 12-13 ലക്ഷം റുപ്യ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ 10 തൈല അപ്പോഴും 2-3 ഷോർട്ട്, പിന്നെ അത് കടം വാങ്ങുന്നിട്ട്, പിന്നെ അത് പോയി കടം വാങ്ങും, എന്നിട്ട് കടക്കാനായി കിടക്കും. ഇതാണ് മനുഷ്യന്മാരുടെ പൊതു അവസ്ഥ. അപ്പം ഇതൊക്കെ മാറി ഈ റമദാനിൽ കുറച്ച് സ്വതക്ക നമുക്ക് ചെയ്യണം. അത് സംഖ്യ എത്ര ആയിക്കോട്ടെ, അത് നമ്മളെ കഴിവുകേടും നമുക്കറിയാം, അള്ളാഹ്ക്കും അറിയാം. അപ്പം എനിക്ക് റമദാനിൽ കുറച്ച് സ്വകാര്യമായ സ്വതക്കകൾ വേണം. ഇപ്പം സ്വകാര്യമായ സ്വതക്ക ചെയ്യാൻ പറ്റിയ കാലമാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ സംവിധാനമുണ്ട്, ആരും ഒന്നും അറിയണ്ടല്ലോ, ആരും അറിയണ്ട. ആണ് സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുത്ത് ഒറ്റ കുട്ടി അറിയണില്ല, നമ്മൾ റബ്ബും മാത്രമേ അറിയുള്ളൂ. മറ്റേ നമ്മൾ കൊടുക്കുമ്പോൾ വാങ്ങണമെങ്കിലും അറിയാലോ, ഇതിപ്പോൾ അതുപോലുമില്ല. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്വതക്ക റമദാനിൽ, ചെറുതായിക്കോട്ടെ, 1 ഉറുപ്പ്യ ആയിക്കോട്ടെ, ഒരു 1 ഉറുപ്പ്യ ആയിക്കോട്ടെ, അത് നമ്മൾ അതിന് വജഹില്ല, വേറെ ഒരു നിയ്യത്ത് അള്ളാഹിൻ്റെ വജഹി മാത്രം കാക്ഷിച്ചുകൊണ്ട് 1 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ, 10 ഉറുപ്പ്യ, 50 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ, എന്തോ ആവാം, നമ്മളെ കഴിവനുസരിച്ച് റമദാനിൽ 30 ഒരു സ്വതക്ക. അത് ആരും അറിയൊന്നും വേണ്ട, പെണ്ണുകൂട് വേണ്ട, കുട്ടികളെ വേണ്ട, ആരും അറിയണ്ട, വലിയ വജഹില്ല. ചിലപ്പോൾ കുടുങ്ങിയ നേരത്ത് നമുക്കതൊക്കെ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ജാമ്യയിലൊക്കെ അവയൊക്കെ നമ്മളെ QR കോഡായും ഉണ്ട്, ഗൂഗിൾ പേ നമ്പറുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് ഒരു ഉറുപ്പ്യ അയച്ചു കൊടുത്താലും അവിടെ എത്തൂലേ. അപ്പോൾ ആരും അവിടെ ഒന്നും വേണ്ടല്ലോ. നമുക്ക് ഒരുപാട് വഴികൾ അങ്ങനെ ഉണ്ട്. നമ്മളടുത്ത് ഒരുപാട് പിരിവേര് വരും റമദാൻ. ചില മനുഷ്യന്മാർക്ക് വലിയ അടങ്ങാറ് ഈ പിരിവേര് വരുന്നത്. ശരിക്കും ഭയങ്കര ഭാഗ്യമല്ലേ. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ പരി ഇരുന്നാൽ മതിയല്ലോ, ആൾക്കാർ വരുന്നില്ലേ. നിസ്കരിക്കാൻ നമ്മൾ പള്ളിയിൽ കണ്ട് പോകണം, ഹജ്ജ് ചെയ്യാൻ മക്കത്ത് കണ്ട് പോകണം, ഉംറക്ക് അവിടേക്ക് പോകണം, സ്വതക്കൊക്കെ എവിടെയും പോകണ്ട, നമ്മൾ പരി ഇരുന്നാൽ മതി, ആൾക്കാർ വരും. ഇതൊരു കാലത്ത് വരൂല. ഒരു കാലത്ത് ഈ പിരിവേര് വരുന്ന പോലെ പണക്കാർ പൈസയും കൊണ്ട് വീട് വിടാൻ തന്നെ കയറി പോകുന്ന നബി പറഞ്ഞത് അല്ലേ. നബി ഖിയാമത്ത് അടയാളം പറഞ്ഞില്ലേ, സമ്പത്ത് കവിഞ്ഞൊഴുകും. ഹത്താ യുഹിമ്മ റബ്ബൽ മാലി മൻ യഖുദുഹു മിൻഹു സദഖ.
സമ്പത്തുള്ളവനെ ടെൻഷനാക്കും ആരെയും സ്വതക്കെന്ന് വാങ്ങാന്ന്. ഇപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടല്ലോ സഹായിക്കാൻ പറഞ്ഞുകൊണ്ട്, എന്നാൽ മാറി നമ്മൾ പൈസ കൊണ്ട് ഇങ്ങനെ വീട് വീഴാൻ ഇറങ്ങും. റമദാൻ മാസം ഫുള്ള് പൈസ ഇട്ട് ഇറങ്ങുക, ആരും വാങ്ങാനില്ല. ഓരോരുത്തർക്ക് ചെല്ലും, കുറച്ച് പൈസ ഉണ്ട്, ഇങ്ങനെ തെറ്റേ ലാ അറബലി അല്യവും, ഇന്ന് എനിക്ക് ആവശ്യമില്ല, വേണ്ട, ഇപ്പോൾ സുഖമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് വേണ്ട, വാടകയ്ക്കും കൊടുത്താളി. അവിടെ ചെല്ലുമ്പോൾ വേണ്ട, എനിക്ക് വേണ്ട. വൈകുന്നേരം വരെ ഈ പൈസ കൊണ്ട് നടന്നിട്ട് ഓൻ തിരിച്ചു പോരുന്നാണ്, അത് വാങ്ങാൻ ഒരു മനുഷ്യനെ കിട്ടൂലാന്ന്. ആ അവസ്ഥയ്ക്ക് എത്തുന്ന നബിതങ്ങൾ ഉണ്ടാവും, ഉണ്ടാകാതൊക്കൊന്നുമില്ല. വഹി പോയ നബിതങ്ങൾ പറഞ്ഞാണ്. അപ്പം ഇന്നിപ്പോൾ അല്ലാതെ നമ്മളത്ത് വാങ്ങാൻ ഇഷ്ടപ്പെട്ട ആൾ വരുന്നുണ്ട്, നമ്മൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട. ആൾക്കാർ ചില റമദാൻ മാസം ആൾക്ക് കിടക്കും, പള്ളിക്ക് വന്നാൽ എന്നും പിരിവ്, എല്ലാ ഭക്തനും പിരിവ്, ആകെ ഒരു ശല്യം. അല്ല, അൽഹംദുലില്ലാ വലിയ കിട്ടതല്ലേ, നമുക്കുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മളടുത്ത് പൈസ കൊടുക്കാനില്ല, ആയിക്കോട്ടെ, ഒരു പിരിവേരം വന്നു, നമ്മളെന്ത് ചെയ്യുക, വാടാ നമ്മളോട് നീച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നമുക്ക് പറ്റുമ്പോൾ സഹായിക്കണം. ഓൻ ഒരു ബക്കറ്റ് നമ്മൾ പിടിച്ചു, അതിക്കെല്ലാം ഇട്ടൊന്ന് എണ്ണി കിടക്കി കൊടുത്തു, നമുക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളടുത്ത് പൈസ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം, അള്ളാഹ്ക്കും അറിയാം. എന്നാലും നമ്മൾ ഒരു ഭാഗവാക്കായല്ലോ. അല്ല, നമ്മൾ പിരിവേരെ കാണുമ്പോൾ ഒത്തിനാവും, ഇത് തുടങ്ങി റമദാൻ മാസം കണ്ടാൽ തുടങ്ങി ഇതിങ്ങനെ വരിക, അങ്ങനെ ചിന്തിക്കരുത്. അൽഹംദുലില്ലാ വന്നോട്ടെ, ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ നല്ല വർത്തമാനം പറയാം, ഇല്ല ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്, സാരില്ല, ഞാൻ പ്രാർത്ഥിക്കാം. ഇനി ഓനെന്തെങ്കിലും വിചാരിച്ചോട്ടെ. നമ്മൾ വലിയ പേരാണ്, മുമ്പിൽ വലിയ വണ്ടിയുണ്ട്, ഓൻ വന്ന് വെല്ലടിച്ച് വാതിൽ നമ്മൾ പറയാം കുറച്ച് ടൈറ്റാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. നമുക്ക് ആത്മാർത്ഥമായിട്ട് അറിയാം നമുക്ക് കൊടുക്കാൻ കഴിയൂലാന്ന്, അള്ളാഹ്ക്കും അറിയാം. എന്നാൽ ടെൻഷനൊന്നുമില്ല, നമുക്ക് കൊടുത്ത കൂലിട്ടും. ഓ എന്തേലും വിചാരിച്ചോട്ടെ, പ്രശ്നമില്ല. ഇത്ര വലിയ പേരുണ്ടായിട്ട് ഈ കണ്ട വണ്ടി മുമ്പിൽ നിർത്തിയിട്ട് അയാൾക്ക് എന്തോ തരാൻ തോന്നിയതല്ലോ, ഓൻ വിചാരിച്ചോട്ടെ, നമുക്ക് അതിനും കൂലി കിട്ടുന്നു, ആ വിചാരിച്ചതിനും കൂലി കിട്ടുന്നു, ന്യായമായിട്ടാണെങ്കിൽ. അപ്പം നമ്മളെ വീട്ടിലേക്ക് ആൾ വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, റമദാൻ മാസങ്ങൾ ഗേറ്റ് തുറന്നിടി, ആൾക്കാർ വരട്ടെന്ന്. പല മനുഷ്യർ റമദാനെ പൂട്ടല ഗേറ്റ്. ഞാൻ എല്ലാ കൊല്ലം ജാമ്യയ്ക്ക് വേണ്ടി വലിയ പൈസക്കാരൻ്റെ പേരിൽ പോയി മടുത്ത് എന്ന് ചെല്ലുമ്പോഴും മൂപ്പര് ഉംറക്ക് പോയി അറിയും. എല്ലാ കൊല്ലം തന്നെ പറയില്ല, ഒരു കൊല്ലം കിട്ടി ഇവിടെ ഉണ്ട് ചെന്നപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ആചാര എല്ലാ കൊല്ലം വരലുണ്ട്, 3-4 കൊല്ലം ഞാൻ വരണേ, എനിക്ക് വേണ്ടിയില്ല, ജാമ്യയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ നിങ്ങളെ കാണലില്ല. അപ്പോൾ ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഉംറക്കോളെ ചിലവും ഇവിടെ ഇന്നാളെ ചിലവും കൂടി നോക്കുമ്പോൾ ഉംറക്കോയ ചിലവ് കുറവാണ്, അതുകൊണ്ട് ആണ് പോകലാണ്. എന്ത് കാര്യമുണ്ട് ഇവിടെയൊക്കെ. ഉംറക്കോളെ ചിലവും കാരണം ഞങ്ങൾ ഹൈവേൻ്റെ പക്കത്തെ വരാം, NH-ൻ്റെ പക്കത്ത് കൊട്ടാരം പോലത്തെ വീടും വലിയ ഗേറ്റും മധുരക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കയറും. അപ്പോൾ ആ അങ്ങനെ കൊടുത്ത് ഒരു ഓഫീസറിന് കൊടുക്കണ പൈസ നോക്കുമ്പോൾ ഉംറക്കോല അത്ര ചിലവില്ല. അപ്പോൾ റമദാൻ 1-2 പോയാൽ പിന്നെ ഇതില്ലല്ലോ, അയാളെ ഉംറയും പോയില്ലല്ലോ, വളർന്ന കാര്യമുള്ളത്. അതിലാണ് ലാഭമാണെന്ത് വന്നാൾ പറയാം, ഞാൻ ഒന്നും തരുന്നില്ല, ആയിക്കോട്ടെ നല്ലതൊക്കെ പറഞ്ഞാടി, എൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗേറ്റ് തുറന്നു, ആൾക്കാർ ബെറ്റെന്ന്, ആൾക്കാരിങ്ങനെ ബെല്ലടിക്കും, ആൾക്കാരിങ്ങനെ ബെല്ലടിച്ചോട്ടെ അൽഹംദുലില്ലാ. നമ്മളൊന്ന് വെച്ചെത്തി വീണുകാണ്ട് ഒരു 2 ആഴ്ച പെരയിൽ കിടന്നോക്കട്ടെ, അപ്പം നമ്മളിങ്ങനെ ആഗ്രഹിക്കോ, ഓൻ വന്നില്ലല്ലോ, ഒപ്പം വന്നില്ലല്ലോ, മറ്റും വന്നില്ലല്ലോ, ആൾക്കാർ വന്നെങ്കിൽ എന്നപ്പം ആഗ്രഹിക്കും. പെരയിൽ കിടന്നോക്കിയാൽ അപ്പം ഒരുത്തർ വരാൻ പൂതിയായി പോവും, ഓനോട് വന്നെങ്കിൽ. അപ്പം നമ്മൾ വിളിച്ച് പറയാം, അയാളോട് വരാൻ പറയും, ഇയാളോട് വരാൻ പറയും. എന്താ അപ്പോഴാണ് നമ്മളെ ഇടങ്ങാറ് മനസ്സിലാക്കുക. ഇതെല്ലാവരും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് തോന്നൂല. അപ്പോൾ ആളുകൾ വരട്ടെ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. ഇല്ലേ നമുക്കവിടെ പറയാം, ഇപ്പം കഴിയില്ല, ഇനി കഴിയും, നമ്മൾ കൊടുക്കണില്ല, ആയിക്കോട്ടെ, നല്ലൊരു തന്നെ പറഞ്ഞ് വിട്ടോളി, ഞാൻ ഇപ്പം തരാൻ ഉദ്ദേശിക്കണില്ല, അവിടെയൊക്കെ പോയി കിട്ടിക്കൂടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തേ കൊടുത്തു, ആയിക്കോട്ടെ, എൻ്റെ ഗൂഗിൾ പേ നമ്പർ നാളെ ഞാൻ അയച്ചോളാറുണ്ട്, ആയിക്കോട്ടെ, നമുക്ക് അയക്കാം, മാന്യമായി ചെയ്യാം. അതാണ് ഫബികലിമത്തിൻ ത്വയ്യിബ. നബി പറഞ്ഞില്ലേ, ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നേർക്കുനേരെന്ന് കൂടെ സംസാരിക്കും. ആ ഹദീസിൻ്റെ ആദ്യ ഭാഗം അതാണ്. ഏതൊരാളും അള്ളാഹുമായി സംസാരിക്കാതിരിക്കുകയില്ല. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. അവൻ്റെയും അള്ളാഹിൻ്റെയും ഇടയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളില്ലാതെ, പരിഭാഷപ്പെടുത്താൻ ആളില്ലാതെ അള്ളാഹുമായി സംസാരിക്കാതിരിക്കുകയില്ല. അപ്പോൾ അവൻ വലതുഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്തു വെച്ചത് മാത്രമാണ് കാണുക. ഇടതുഭാഗത്തേക്ക് അവൻ നോക്കും, ഫലാ യറ ഇല്ലാ മാ ഖദ്ദമ, ചെയ്തു വെച്ചതല്ലാതെ മറ്റൊന്നും കാണുകയില്ല. മുന്നിലേക്ക് അവൻ നോക്കും, ഫലാ യറ ഇല്ല നാറ തിൽഖാ വജ്ഹിഹി, മുഖത്തിന് നേരെ മുമ്പിൽ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് ഫത്തഖുന്നാർ, നരകത്തെ സൂക്ഷിക്കണേ. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിലും ശരി. നമുക്ക് ആകെ കൊടുക്കാൻ പറ്റിയ ഒരു 8 റുപ്യാണ്, ഒരു 50 പൈസയാണ്, ആയിക്കോട്ടെ. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കൻ്റെ ചീളാണ്
ചെയ്യാൻ കഴിയുക എങ്കിൽ അതുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണേ. അതുമില്ലെങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും. നല്ല വർത്തമാനം പറയാം. നമ്മൾ വെറുതെ വിചാരം ചെയ്യാൻ നിൽക്കണ്ട, ഓൻ ഏതാ എന്താ ഏതാന്ന് അന്വേഷിക്കട്ടെ പിടിക്കട്ടെ. എന്നാലും ഓരോ തട്ടിപ്പാണ്. ഓൻ തട്ടിപ്പെട്ട് നമ്മൾ പറ്റിച്ച് പോയാൽ നമുക്ക് ലാഭമല്ലേ? നമ്മളടുത്ത് വന്നു വലിയ ഇഫ്ത് കോളേജാണ്, എത്ര 1000 കുട്ടികൾ പഠിക്കുന്നത്, നമ്മൾ വലിയ വിശ്വസിച്ച് പൈസ കൊടുത്തു, സംഗതി ഒന്ന് തട്ടിപ്പായിരുന്നു, നമുക്ക് നഷ്ടമുണ്ടോ? നമുക്കത് ലാഭമല്ലേ? നമ്മൾ പറ്റിച്ച് പോയ ഒരു കൂലിട്ടൂലേ? അങ്ങനെ വിചാരിച്ചാൽ ഇപ്പോൾ എത്ര സമാധാനമാണ്. മറ്റാര് വന്നാലും മറ്റേ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ പോലെ ആണ്ട് തിരിച്ചും മറിച്ചും ചോദിച്ചു വിചാരം ചെയ്ത് സംഗതി ഇപ്പം കൊടുക്കാൻ വിചാരിച്ചത്. ആ വിഷയം കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് നിറയെ ചോദിച്ചാൽ ഇതൊന്നും ഇപ്പം നമുക്കൊരു വിശ്വാസമില്ല പോയിക്കോടുന്നത് എന്ന് പറയും. അപ്പം കൊടുക്കാൻ ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് നല്ല തട്ടിപ്പാണ് ഉറപ്പായാൽ നമ്മൾ കൊടുക്കണം വേറെ കാര്യം. ഒന്ന് തട്ടിപ്പാണ് വെട്ടി ഉറപ്പായി നമ്മൾ പ്രൊമോട്ട് ചെയ്യണ ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഒരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ചാൽ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു മനസ്സ് അത് നല്ല മനസ്സല്ല. ഏതായിരുന്നാലും ഖൈറുകളുടെ വഴികൾ മുമ്പിൽ വരുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. എന്നും എപ്പോഴും ഒരേ സാഹചര്യം ആവില്ല. ചിലപ്പോൾ മറ്റേ പൈസ ഉണ്ടാവും, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല, ഒരുപാട് ഉത്തരവാദിത്തം ഒക്കെ ഉണ്ടാവും. അത് ന്യായപ്രകാരമാണോ നമുക്കൊരു പ്രശ്നമില്ല, നമ്മളുള്ള കാലത്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൂലിപ്പഴും കിട്ടും. അതല്ല ഒളിച്ചോടാൻ വേണ്ടിയാണോ പഠിച്ചോ നമ്മളെ വിടൂല. അവിടെ നന്മയുടെ വഴികൾ ധാരാളമായി തുറക്കപ്പെടും. അതൊക്കെ നമ്മൾ സ്വീകരിക്കാം. പല പള്ളിക്കിലും പിരിവിനെ വിളിച്ചാൽ അവിടെ പറ്റില്ല, ഇവിടെ അങ്ങനെ എവിടെ പിരിക്കലില്ല, ആൾക്കാർക്ക് എടുക്കാറാണ്, കമ്മിറ്റിക്കാർക്ക് എടുക്കാറ്, ആൾക്കാർക്ക് എടുക്കാറൊന്നുണ്ടാവില്ല. നമ്മൾ പിടിച്ചൊന്നുമില്ലല്ലോ. ഒരു ബക്കറ്റ് അവിടെ വെച്ചു, ഈ പിരിവുണ്ട്, ഇത് താല്പര്യം കൊടുത്തോളാ പോലെ ഞാനും കൊടുത്തില്ല, എന്താ പ്രശ്നം? പല പള്ളിക്കും കമ്മിറ്റിക്കാർക്ക് എടുക്കാറ്, അല്ലാത്തവർക്ക് എടുക്കാറുണ്ടാവില്ല. ഓർക്കിങ്ങനെ തന്നെ ഓലങ്ങനെ അപ്പോൾ ഓർക്ക് എടുക്കാറാണ്. അത് ഇവിടെ ഇപ്പോൾ 100 സുബിക്കുണ്ടായി, 100 ഉണ്ടായി, ഇനിയിപ്പോൾ ഒന്ന് പറ്റില്ല, 2 ദിവസം കഴിയട്ടെ. നമ്മൾ ആരോട് നിർബന്ധിക്കേണ്ട. ഒരു വിഷയം പറയുന്നു, ഒരു ബക്കറ്റ് ഉണ്ടാവും, ആരെയും ഉണ്ടെങ്കിൽ കൊടുത്തോളി എന്ന് പറയാം. ആരെയും കൊടുത്തോട്ടെ, ഞാനും കൊടുത്തില്ല, സാരമില്ല, അങ്ങോട്ട് പറയാം, അവിടെ തന്നിട്ടില്ല, ഖലാസ്. നമുക്കപ്പോഴും അവിടെ സഹായിച്ച കൂലിട്ടില്ല. ആ നിലക്ക് നമ്മളൊന്ന് ഉയരാൻ ശ്രമിക്കണം. എല്ലാ നന്മയും വർദ്ധിപ്പിക്കുക. ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. പ്രാർത്ഥന വലിയ ആയുധമാണ്. പടച്ചറബുമായി മനസ്സറിഞ്ഞ് ഒന്ന് സംവദിക്കാനുള്ള, റബ്ബുമായി സംഭാഷണം നടത്താനുള്ള ചില സമയങ്ങളെങ്കിലും കണ്ടെത്തണം. നമ്മൾ ഒരു കുറച്ച് സമയമെങ്കിലും ആരും അറിയാം സ്വസ്ഥമായി പടച്ചറബുമായുള്ള ചില മുനാജാത്ത്. അത് പള്ളിയിലാവാം, വീട്ടിലാകാം, പോണ വൈക്കെവിടെയും വണ്ടി സൈഡാക്കിയിട്ടാവാം, ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്താവാം. എവിടെ എൻ്റെ റബ്ബിനോട് എനിക്ക് മനസ്സറിഞ്ഞുള്ള ഒരു കണക്ഷൻ കിട്ടണം. നേരത്തെ പറയുമ്പോൾ നിസ്കരിക്കുമ്പോൾ വരെ നമുക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ആൾക്കൂട്ടം നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല, പലതും റിയാദ് കൊണ്ട് നമുക്ക് പൊളിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആരും അറിയാതെ സ്വകാര്യമായി എൻ്റെ റബ്ബിനോട് എനിക്കൊന്ന് മനസ്സ് തുറക്കാനുള്ള കുറഞ്ഞ സമയമെങ്കിലും അത് നമുക്ക് ആവശ്യമാണ്. വലിയ ഊർജം നൽകും മുന്നോട്ട് പോകാൻ. റബ്ബുമായുള്ള ബന്ധം, അതുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് അത്ര മഹത്വം ഉണ്ടായത്. റബ്ബുമായുള്ള ബന്ധം, പഠിച്ചവനുള്ള മനസ്സിൻ്റെ അടുപ്പം, അത് വല്ലാത്ത ധൈര്യം നമുക്ക് നൽകും. ആ റബ്ബിലുള്ളൊരു ഉറച്ച വിശ്വാസം. എന്തുണ്ടായാലും എനിക്ക് പറയാൻ എൻ്റെ റബ്ബുണ്ട്, എന്ത് സങ്കടങ്ങളും എന്ത് വേദനകളും എല്ലാം പങ്കുവെക്കാൻ പറ്റാവുന്ന ഒരു റബ്ബുണ്ട്. എനിക്ക് ആ റബ്ബ് മതി, ഹസ്ബി അല്ലാ, എനിക്ക് അല്ല മതി. ആ അള്ളാഹിനോട് ഒരു മനസ്സറിഞ്ഞ ഒരു മുനാജാത്ത്, സ്വകാര്യ സംഭാഷണം. ചിലപ്പോൾ പള്ളിക്കലാവാം, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി, നമ്മൾ ഒറ്റക്കൊള്ളു. കുറച്ചേരം അവിടെ ഇരിക്കുക, കുറച്ചേരം അവിടെ ഇരിക്കുക, ക്യാമറൊന്നും കിട്ടാത്ത സ്ഥലത്ത് പോയി നോടി, ഞാൻ ആരും കാണുന്നു വേണ്ട. അല്ലെങ്കിൽ വീട്ടിലാണ് എല്ലാവരും ഉറങ്ങിയിട്ടൊന്ന് എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് തോന്നുന്നോളി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, സ്വസ്ഥമായിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് ഒന്ന് വണ്ടി സൈഡാക്കി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പഠിച്ചവനോടൊന്ന് ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ബന്ധം സ്ഥാപിച്ചോളി. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനത്തെ ചില നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കൽ അത്യാവശ്യമുള്ള കാലത്ത് നമ്മൾ ജീവിക്കണം. നമ്മളൊക്കെ ഉഷാറാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈമാൻ്റെ അവസ്ഥ നമുക്കറിയാലോ. നമുക്ക് വലിയ ഈമാനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ചില വഴികൾ ഖബർ സിയാറത്തിൽ പ്രധാനമാണ്. ഖബറിങ്ങ പോകൽ, അത് ഉമ്മാൻ്റെ ഖബറിനായിക്കോളുന്നില്ല, വാപ്പാൻ്റെ ഖബറായിക്കോളുന്നില്ല, ഏത് ഖബറുമാവാം. ഖബർസ്ഥാനിൽ ചെന്ന് കുറച്ചായി നിൽക്കുക, ഖബറുകൾ നോക്കി നിൽക്കുക. പഠിച്ചോനെ ഇതാണ് അവസ്ഥ, എനിക്കും വള്ളം പോവുക, എൻ്റെ ഒപ്പുള്ളവൻ മരിച്ചു, മറ്റോ മരിച്ചു, ഇപ്പം മരിച്ചു, ഞാനിപ്പോൾ എന്നാ പോവുക. ഇത് വല്ലാത്ത ഒരു മാറ്റം ഉണ്ടാക്കും. ഫൈനഹാ തുസ്ഹിദു ഫി ദുനിയ ഫൈനഹാ തുദക്കിറുൽ മൗത തുദക്കിറുൽ ആഖിറ. മരണം ഓർമ്മിപ്പിക്കും, പരലോകം ഓർമ്മിപ്പിക്കും, ദുനിയാവിൽ താല്പര്യം കുറക്കും, തുരിക്കുൽ ഖൽബ, ഖൽബിൻ്റെ കട്ടി കുറക്കും എന്നൊക്കെ ഹദീസ് കാണാൻ പറ്റും. കിബർ കുറയാൻ അത് വലിയ നിമിത്തമാണ്. ഈ വക നന്മകൾ ധാരാളമായി നമുക്ക് വാരിക്കൂട്ടണം. അങ്ങനെ ഈ മാസം കൊണ്ട് നമ്മൾ ഒരു പുതിയ ലൈഫ്, അപ്പോൾ നമുക്കിങ്ങനെ സമാധാനമാണ്. പഠിച്ചോനെ ഈ റമദാന് മുതലായി
ഒരു 10-40 റമദാൻ കഴിഞ്ഞ് പോയിട്ടും ആ നിലക്കൊന്നും ആയിട്ടില്ല. എപ്പോഴും ആശ അൽഹംദുലില്ലാ കുറേയൊക്കെ ചെയ്യാൻ പറ്റും, റബ്ബെ സ്വീകരിക്കണേ എന്ന് പറയാൻ പറ്റും. അപ്പോൾ റമദാൻ കഴിഞ്ഞാലും ശവ്വാലും ദുൽഖഅദൊക്കെ നമുക്ക് ആ ഒരു വിശുദ്ധി ഇങ്ങനെ നിലനിർത്തി പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ വന്നു എന്താ ഇപ്പം ഉണ്ടായി വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോടില്ല, രാവിലെ ആസ്തല്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനും കൂടി പിന്നെ വൈകുന്നേരം മുതലാണ്ട് തിന്നലും ആയി നന്ദി അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. റമദാനെ പറ്റി പറഞ്ഞ പലീം നബി പറഞ്ഞു, മൻകാന ഹമ്മുഹു മാ യഖ്റുജു ഇലാ ജൗഫിഹി കാന ഖീമത്തുഹു മാ യദ്ഖുലു ഇലാ ജൗഫിഹി കാന ഖീമത്തുഹു മാ യഖ്റുജു മിൻഹു. ഒരാളുടെ ചിന്ത മുഴുവനും വയറ്റിലേക്ക് പോണതിനെ പറ്റിയാണെങ്കിൽ ഓൻ്റെ വില വയറ്റിൽ നിന്ന് പോണതിൻ്റെ വില ഉണ്ടാവുള്ളൂ. അലി നബി ത്വാലിബിൻ്റെ വാചകമാണത്. അപ്പോൾ അതെല്ലാം മുഖ്യ അജണ്ട. റമദാൻ മാസം കുറേ തിന്നലൊന്നുമല്ല. നമ്മളൊക്കെ പാടെ തിന്ന് ആകതായി പിന്നെ തറാബിക്കും വെച്ച ഒന്നിനും വെച്ച എല്ലാം കൂടി കുറേ ഫ്രൂട്ട്സും മറ്റും മറിച്ചും ഒക്കെ പാടെ വെട്ടി മുടിഞ്ഞിട്ട് മുമ്പാലെ പറഞ്ഞ് നോമ്പ് തുറക്കാൻ റെയിൽവേ ഗേറ്റ് തുറക്കണ മാതിരിയാണ് തന്നെ. അപ്പോൾ അങ്ങനല്ല, നമുക്ക് അത്യാവശ്യമുള്ളത് കഴിക്കാം. പകൽ കഴിക്കാത്തതിനും കൂടി രാത്രി ഫൈനാൾക്ക് തിന്നൊന്നും വേണ്ട. അത്യാവശ്യമുള്ളത് നമ്മൾ കഴിക്കാം, അത്രേ ആവശ്യമുള്ളൂ. കുറേ തിന്നൊന്നും വേണ്ട, അങ്ങനത്തെ ശീലമൊന്നും വേണ്ട. അത്യാവശ്യമുള്ളത് കഴിക്കുന്നു, അല്ലാതെ നമ്മളെല്ലാം കൂടി തിന്ന് അങ്ങനെ തരാം. ജമാഅത്തിൽ മുടങ്ങാതെക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ചില സംഗതി നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോമ്പെടുക്കാൻ പരിക്ക് വിളിച്ചു, ഒരടുത്ത് പള്ളിയിൽ നിന്നില്ല, അപ്പോൾ പറയാം ഞാൻ വരില്ല, ഞാൻ മഗ്‌രിബിക്ക് ജമാഅത്ത് മുടക്കുന്നില്ല, അവിടെ വന്ന് എനിക്ക് ജമാഅത്ത് പോകും, ഞാൻ വരുന്നില്ല എന്ന് പറയാം. ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് സ്കെച്ചിലാണ് വരാം. ഇത് നോമ്പെടുക്കാളോ ഈത്തപ്പഴം തന്നാളെ ഞാൻ എൻ്റെ ഈത്തപ്പഴം നോമ്പ് കൊടുത്താളാം, പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാം, ഭക്ഷണം കഴിച്ചോളാം. ആ ജമാഅത്ത് മുടങ്ങാതെ പോകാൻ പറ്റും. മറ്റേ ഓം വിളിക്കുമ്പോൾ അങ്ങനെ പോകാതൊക്കെ അന്നത്തെ ജമാഅത്താണ് പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ലാത്ത യാത്രകൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറേ ഷെഡ്യൂൾ തെറ്റിക്കും. ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് പറ്റുന്ന ഇവിടെ എടുക്കേണ്ടതാണ്. റമദാൻ മാസം ഫുള്ള് ക്ലാസ് ആയിക്കാരം. അവസാനം നമ്മുടെ ഖുർആനത്തും ഇല്ല, തറാവി ഇല്ല, ജമാഅത്തും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ക്ലാസ്സോട് ക്ലാസ് ഇങ്ങനെ പോകും. അവസാനം നഷ്ടം. ഈ ക്ലാസ് എടുത്തെന്ന് വെച്ചാൽ ഇത് ബാത്തിലൊക്കെ ശൈത്താൻ എളുപ്പമുണ്ട്, നിയ്യത്ത് മാറാൻ എളുപ്പമുണ്ട്, ഒരു വലിപ്പത്തിൽ തോന്നാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് അത് തുമ്പില്ലാതെ പോവുകയും ചെയ്യും. എപ്പോഴും നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഏരിയ അതാണ്. എന്നിട്ട് റമദാൻ മാസം ഫുള്ള് ഇങ്ങനെ പോവുക. ക്ലാസ് എടുക്കാൻ വേണ്ടി കണ്ണൂർ കാസർഗോഡൊക്കെ പോയി അവിടെ ഒരു ക്ലാസ് ഒരു 5-8 മണിക്കൂർ യാത്ര ചെയ്ത് അന്ന് ഒറ്റ വക്ത് ജമാഅത്തും കിട്ടില്ല, തറാവീഹ് ഉണ്ടാവില്ല. ഇഖ്ലാസോടെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഓക്കെ, എന്ത് ചിലപ്പോൾ കൂടിയിട്ടേക്കാം. ഒരു വർഷം നന്നായാൽ വലിയ കൈകാണ്, അതിന് ചെറുതാക്കില്ല. പക്ഷെ ആ ഇഖ്ലാസൊന്നും പലപ്പോഴും ഉണ്ടാവില്ല. അതൊക്കെ പിന്നെ അതിന് വലിപ്പത്തന്നെ പറഞ്ഞു. റമദാൻ മാസം ഫുള്ള് ക്ലാസ് ഒഴിവ് ഡേറ്റ് വയ്ക്കുമ്പോൾ യാതൊരു ഒഴിവില്ല, ഭയങ്കര ഫുൾ ടൈറ്റ് ആണെന്നിട്ട് അതിന് വലിപ്പത്തനം തോന്നിയാൽ അത് കഴിഞ്ഞില്ലേ. അതൊക്കെ പലപ്പോഴും പരീക്ഷിക്കും. അവിടെയൊക്കെ ചില തിരിച്ചറിവുകൾ നമ്മളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ വെറും ഇങ്ങനെ നടന്ന് ഇതൊന്നും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്ക് പോവരുത്. ഏതായിരുന്നാലും ഈ റമദാനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഞാനടക്കം നമ്മളൊക്കെ ശ്രമിക്കുക. ഒന്നാമത് ഈ ക്ലാസ് എനിക്കാണ്, ശേഷമാണ് നിങ്ങൾക്കുള്ളത്. ഈ റമദാനെ എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന നല്ലൊരു ഷെഡ്യൂൾ നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കുക. മാസം കണ്ടിട്ടല്ല, ഇപ്പം ഉണ്ടാക്കി അനുസരിച്ച് ഒരുങ്ങി തയ്യാറായി അത് നമ്മൾ കുടുംബത്തോടൊക്കെ ഞാൻ പോഷങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പള്ളിയിൽ കുറച്ചുകൂടി അധികം സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക, ജമാഅത്ത് നഷ്ടപ്പെടാക്കാൻ നോക്കുക, ഖുർആൻ കുറച്ചും അധികമായി ഓതാനും പഠിക്കാനും ശ്രമിക്കുക, ദാനധർമ്മങ്ങൾ കുറച്ചും കൂടി ശീലമാക്കി മാറ്റുക, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കുറച്ചുകൂടി പതിവാക്കുക, ദിക്ർ ദുആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ റമദാൻ ഒരു പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞ ഒരു ഒരു അലങ്കാരമായി പറയല്ലാതെ അങ്ങനത്തെ ആക്കിയെടുക്കാൻ ശ്രമിക്കാം. അവസാനത്തെ 10 പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്തുക. ഇഴ്തികാഫ് രാത്രിയാവാം, പകലാവാം, രാത്രിയും പകലും ഒന്നിച്ചാവാം, എങ്ങനെയും പറ്റും. രാത്രി മാത്രമല്ല ഇഴ്തികാഫ്. അപ്പം നമുക്ക് അങ്ങനെ ധാരണയുണ്ട്. പകല് മാത്രം ഇഴ്തികാഫ് ഇരിക്കാം. അതിന് മുസ്ലിമില്ല സുബഹിക്ക് വന്ന് മരിവ് സ്കെച്ച് പോകുക, അങ്ങനെ ഇഴ്തികാഫ് ഉണ്ട്. രാത്രി മാത്രമൊന്നുമല്ല, രാത്രി അഫ്ളൽ എന്നുള്ളൂ. നബി ഞങ്ങൾ 10 ദിവസം ഒന്നാകെ ഇഴ്തികാഫ് ഇരുന്നു. ഒരാൾക്ക് 1 മണിക്കൂർ ഇഴ്തികാഫ് ഇരിക്കാം. സുബഹി കഴിഞ്ഞ് ളുഹർ വരെ അവന് ഫ്രീ ആണ്. ആയിക്കോട്ടെ, ആ സമയം സുബഹിക്ക് പള്ളിക്ക് വന്നിട്ട് ളുഹർ സ്കെച്ച് പോവുകയാണ്. ആ സമയം ഇഴ്തികാഫാവാം, എത്രയും ആവാം. ഏത് പള്ളിക്കും ഇഴ്തികാഫ്, ജമാഅത്ത് നടക്കുന്ന ഏത് പള്ളിയിലും ഇഴ്തികാഫ് പറ്റും. 10 ദിവസം ഒന്നാകെ ഇരിക്കുകയാണെങ്കിൽ ജുമുഅയുള്ള പള്ളിയിലേ ഇരിക്കാവൂ. കാരണം അല്ലെങ്കിൽ ജുമുഅയ്ക്ക് വേണ്ടി പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ ഇഴ്തികാഫ് മുറിയും. അപ്പോൾ അയാൾ 20 കയറി 30 വരെ ഒന്നാകെ ഇഴ്തികാഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ജുമുഅയുള്ള പള്ളി, രാത്രി മാത്രം ഇരിക്കുന്നു എങ്കിൽ ജമാഅത്തുള്ള പള്ളി, ജമാഅത്ത് മുടങ്ങാതെക്കാൻ വേണ്ടി. വീട്ടിലെ പള്ളി പറ്റില്ല, വീട്ടിൽ റൂം പള്ളിയാക്കിയിട്ടുണ്ട്, അവിടെ ഇഴ്തികാഫ് പറ്റില്ല. അതിന് നമുക്ക് മാതൃകയില്ല. മറ്റേ മസ്ജിദ് എന്ന് വിളിക്കപ്പെടാവുന്ന ഏതിലും ഇഴ്തികാഫ് പറ്റും. അപ്പോൾ രാത്രി മാത്രം പറ്റുമോ, അങ്ങനെ ആവാം. പകല് മാത്രം പറ്റുമോ, അങ്ങനെ ആവാം. ഏറ്റവും പരിപൂർണമായ ഇഴ്തികാഫ് 10 ദിവസം ഒന്നാകെ ഇഴ്തികാഫ്, രാവും പകലും ഒന്നിച്ചുള്ള ഇഴ്തികാഫാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലായ പരിപൂർണമായ ഇഴ്തികാഫ്. അത് നമ്മുടെ സന്ദർഭ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മളെ പള്ളി സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ തൊട്ടടുത്തൊക്കെ പള്ളികളുണ്ടാവും, ഏത് പള്ളി നമുക്ക് ഉപയോഗിക്കാം. എല്ലാ പള്ളിയും ഒരുപോലെയാണ് ആ വിഷയത്തിൽ.
ഹറമക്ക് പോകുകയാണെങ്കിൽ അത് അതിലേറെ ലാഭമാണ്. ആ 2 പള്ളിയെ ഇതിലേറെ ഉള്ളൂ. മസ്ജിദുൽ അഖ്സയും മസ്ജിദ് നബവിയും മസ്ജിദ് ഹറാമും. അതാണ് മറ്റു പള്ളിയേക്കാളേറെ മെച്ചമുള്ള 3 പള്ളി. ബാക്കി എല്ലാ പള്ളികളും പ്രതിഫലത്തിൽ ഒരുപോലെയാണ്. സൗകര്യമൊക്കെ നമുക്ക് വേറെ നോക്കാം. ഇപ്പോൾ പള്ളിക്ക് നമുക്ക് കുറച്ച് സൗകര്യമുണ്ട്, അവിടെ AC ഉണ്ട്, ചിലർക്ക് AC പറ്റില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റെപ്പ് ഇല്ല, അല്ലെങ്കിൽ കുടുംബസഭയിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം നോക്കി ചെയ്യാം. പ്രതിഫലത്തിൽ എല്ലാ പള്ളികളും ഒരുപോലെയാണ്. ഫുള്ളിരിക്കുകയാണെങ്കിൽ ജുമായുള്ള പള്ളി ആവണം, അതല്ല രാത്രി മാത്രം കൂടുകയാണെങ്കിൽ ജമാഅത്ത് മുടങ്ങാത്ത രൂപത്തിൽ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയ്ക്ക് നമ്മൾ ഇത്തികാഫിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഈ ഒരു മാസം കൊണ്ട് അടുത്ത 11 മാസത്തേക്ക് ആവശ്യമായ ഈമാൻ ഒക്കെ ഒന്ന് റീചാർജ് ചെയ്ത് തഖ്വ ഒന്ന് കൂട്ടി ഈ റമദാനെ കൊണ്ട് അവിടെ മാറി നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറുക. അതോടൊപ്പം ചില ദുസ്വഭാവങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും, അത് മാറ്റാനും കൂടി റമദാൻ പറ്റണം. ഇത് മാത്രമല്ല, ചില ദുസ്വഭാവങ്ങൾ അത് പല തരത്തിൽ പദാർത്ഥം പറഞ്ഞാൽ സ്മോക്കിങ് ഒരു ദുശ്ശീലമാണ്, അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ചില മനുഷ്യന്മാർ ഭയങ്കര ദേഷ്യം, ഭയങ്കരമായ വാശി, അതുപോലെയൊക്കെയുള്ള ചില ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ റമദാൻ പറ്റിയ സമയമാണ്. നമ്മൾ റമദാൻ മാസം വന്നാൽ പൊതുവെ ദേഷ്യം കൂടുതലാണ്. നോമ്പ് പറ്റുക റമദാൻ കൂടെ പിന്നെ അടുക്കാൻ പറ്റില്ല. തിരിച്ചാണ് വേണ്ടത്. നമ്മൾ ക്ഷമ പഠിക്കാൻ ഏറ്റവും നല്ല മാസം റമദാൻ മാസമാണ്. ക്ഷമയുടെ മാസമല്ലേ. വിശപ്പുമ്പോൾ സഹിക്കുന്നു, വികാര വിചാരങ്ങൾ മാറ്റി വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലും ഇപ്പം നമുക്ക് തോന്നുമല്ലോ എൻ്റെ ഇന്ന സ്വഭാവം അത് മാറ്റണം, നമുക്കുണ്ടാവും ഇന്ന സ്വഭാവം ഒന്ന് മാറ്റണം. പരീക്ഷയുടെ പത ഭയങ്കര ദേഷ്യം കാര്യം, എല്ലാവരും ചീത്ത, കുട്ടികളെ ചീത്തറിയുക, പെണ്ണുങ്ങളെ ചീത്തറിയുക, അങ്ങനെയൊക്കെ ചില മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ റമദാൻ മാസം ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കളവ് പറയുക, ഗീബത്ത് പറയുക. ചില ആൾക്ക് അറിയാതെ ഇങ്ങനെ ശീലിച്ചിട്ടുണ്ടാവും, വെറുതെ ഓരോരുത്തരെ ഇങ്ങനെ കുറ്റം പറയുക. ഒന്നുണ്ട് വെറുതെ അങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞ് ഇങ്ങനെ പോവാൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറയും. അത് ശീലമായിരിക്കും. 2 ആൾ കൂടിയാൽ ആരെങ്കിലും ആളെ പറ്റി പറയുക, പിന്നെ അയിമത് അങ്ങനെ കണക്റ്റിൽ പോയിട്ട് ഇങ്ങനെ കുറേ മനുഷ്യന്മാരെ ഗീബത്ത് പറയും. കളവല്ലാതെ പറയുക, പരിഹാസം. ചില മനുഷ്യന്മാർ ശീലം ഉണ്ടാവും, വെറുതെ ഇങ്ങനെ ആൾക്കാരെ കളിയാക്കുക, ഓരോരുത്തരെ ഇങ്ങനെ വെറുതെ പരിഹസിക്കുക, ശീലിച്ചു പോകുന്നവരുണ്ടാവും. അതൊക്കെ മാറ്റം നമുക്കുണ്ട്, പക്ഷെ എന്താ അല്ലാതെ പിന്നെ അങ്ങനെ തന്നെ വരികയാണ്. അപ്പം അതൊക്കെ നമുക്ക് ഈ റമദാനിൽ മാറ്റാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അതൊക്കെ മാറ്റി എല്ലാ സെൽസ് ഗുണങ്ങളുടെയും ഒരു കേന്ദ്രമായി ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി ഈ റമദാൻ എന്നുള്ളത് നമ്മളാകെ മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് ലാഭമാവും. ആ നിലക്ക് നമ്മളൊക്കെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. ആവർത്തിച്ച് പറയുന്നു, ഈ ക്ലാസ് ഒന്നാമതായി ഞാൻ എടുത്തത് എനിക്ക് വേണ്ടി എൻ്റെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ബാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം പറഞ്ഞില്ല. ഏതെന്നാൽ നമ്മളൊക്കെ പറഞ്ഞതിനും കേട്ടതിനും ഉപരി അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.